തുടങ്ങിക്കോ മോനെ, തുടങ്ങിക്കോ. സ്തോത്രം. കർത്താവിൽ എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. എൽബെഥേൽ ചർച്ചിലുള്ള ദൈവമക്കളെ, ഓൺലൈനിൽ കൂടെ കേൾക്കുന്നവരെ, നിങ്ങളെയൊക്കെ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും വന്ദനം ചെയ്യുന്നു. കർത്താവ് നമുക്ക് ഒരുമിച്ച് വന്ന സമയം വളരെ പ്രയോജനകരവും അനുഗ്രഹവുമായി തീരട്ടെ. നമ്മൾ ലാസ്റ്റിൽ എവിടെ വരെ ചിന്തിച്ച് എന്നുള്ള വേഗത്തിൽ പറഞ്ഞാട്ടെ. ഏതാ? ഫീസ്റ്റ്, ഫെലിസ്തീനയുടെ ആക്രമണം. ഓക്കെ, ഫെലിസ്തീനയുടെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് സഭയോട് ചോദ്യം ചോദിച്ചായിരുന്നു. അതിൻ്റെ ആൻസർ നമുക്ക് കേട്ടുകൊണ്ട് എന്തുവായിരുന്നു ഞാൻ ചോദിച്ച ചോദ്യം? എന്തുവായിരുന്നു? പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണും ഇസ്രായേൽ മക്കളെ കനാൻ ദേശത്ത് എത്തിച്ചതിന് ശേഷം അത് പിന്നീട് അതിനെക്കുറിച്ച് നമ്മൾ കാണുന്നില്ല. അതെവിടെ പോയി എന്നുള്ളതായിരുന്നു എൻ്റെ ക്വസ്റ്റ്യൻ. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണും അവരെ വിട്ടുപോയതില്ലെന്ന് എവരി ഡേയിലുണ്ടായിരുന്നു. അക്കരെ ചെന്നിട്ട് ഈ മേഘസ്തംഭവും അഗ്നിത്തൂണും അവരെ അക്കരെ എത്തിച്ചിട്ട് അത് പിന്നെന്ത് ചെയ്യും? വാഗ്ദത്ത ദേശം എത്തിയതിന് ശേഷം എന്ത് ചെയ്യും? അല്ല, അത് സമാഗമന കൂടാരത്തിൻ്റെ ജനത്തിൻ്റെ മധ്യവും, സമാഗമന കൂടാരത്തിൽ ജനത്തിൻ്റെ മധ്യവും. പക്ഷെ മധ്യ ഉള്ളപ്പം തന്നെ പിന്നീട് ബൈബിള് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും, ആ അഗ്നിമേഘത്തൂണ് ജനത്തിൻ്റെ മധ്യയെ ദൈവം വന്നു വസിക്കുന്നതിൻ്റെ അടയാളമായിട്ട് മാത്രം നിൽക്കുക മാത്രമല്ലായിരുന്നു, ഈ ജനം ചിതറിപ്പാർക്കുന്നതിൻ്റെ ചുറ്റും അഗ്നിമേഘത്തൂണായി. അല്ലെങ്കിൽ അതിന് ബൈബിളിലെ സെക്കറിയാവിൻ്റെ ഭാഷയെ പറഞ്ഞാൽ യെരുശലേം അതിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബഹുത്വം നിമിത്തം മതിലില്ലാതെ കിടന്നാലും ഞാൻ അതിന് ചുറ്റും തീമതിലാണ്. അപ്പോൾ ഈ മേഘസ്തംഭം എവിടെ പോയി? ചുറ്റും തീമതിലായി തീർന്നു. ചുറ്റും എന്തായി തീർന്നു? ജനത്തെ എത്തിക്കേണ്ടിടത്ത് ദൈവം എത്തിച്ചു. പിന്നെ എന്തായി തീർന്നു ജനത്തിന്? നിങ്ങളെ എത്തിക്കേണ്ടിടത്ത് എത്തിച്ചു, ഇനി ഞാൻ എൻ്റെ വഴിക്ക് പോവാം, നിങ്ങൾ എന്തെങ്കിലും ചെയ്തു. അങ്ങനല്ല, രാവും പകലും നടത്തി കൊണ്ടുവന്നിട്ട് ഇവരുടെ ചുറ്റിനും തീമതിലായി തീർന്നെങ്കിൽ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ഇന്ന് പാർക്കുന്ന വീടിന് ചുറ്റും നിങ്ങൾക്ക് ദൈവം തീമതിലായി തീരട്ടെ. കേട്ടോ, ഒരു സ്തോത്രം പറയാമോ? ദൈവം നിങ്ങൾക്ക് ചുറ്റും എന്തായി തീരട്ടെ? തീമതി. ഞാൻ എൻ്റെ ചിന്തകളിൽ പല കാര്യങ്ങൾ കയറി വരുന്നുണ്ട്. പക്ഷേ എനിക്കത് ഇന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ വീണ്ടും എൻ്റെ മനസ്സിൽ കൂടെ പോകുന്ന എല്ലാ ചിന്തകളും വെച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് വീണ്ടും റിക്വസ്റ്റ് ചെയ്യാം. സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷൻ ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ തിങ്. കേട്ടോ, എൻ്റെ മനസ്സിൽ പോയിന്റ് സഹിതം വരുന്നുണ്ട്. പക്ഷേ എനിക്ക് ചിലരുടെ അനുഭവങ്ങൾ എടുത്തു പറയാൻ പറ്റത്തില്ല. ഈ ആഴ്ചയിൽ എനിക്ക് വിളിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ വെച്ചുകൊണ്ട് ഞാൻ പറയാം. ഇറ്റ്സ് നോട്ട് എല്ലാം പ്രായമുള്ളവരല്ല, യങ്സ്റ്റേഴ്സാണ്. യങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാം മധ്യവയസ്കരാണ്. കല്യാണം കഴിച്ച് 2 കുഞ്ഞുങ്ങളുള്ള, ജോലി ചെയ്യുന്ന, അങ്ങനെയുള്ള ആൾക്കാർ. ദൈവത്തിൻ്റെ കാവൽ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. കേട്ടോ, ഞാൻ പറയുന്നത് നിങ്ങൾ ആഴമായിട്ട് ശ്രദ്ധിക്കും. ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഞാൻ അത്രയും പറഞ്ഞ് നിർത്തുക. നിങ്ങളെ ഭയപ്പെടുത്താനോ പേടിപ്പിക്കാനോ അല്ല, ഒരിക്കലുമല്ല. പക്ഷേ അതിനെത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. കേട്ടോ, അതുകൊണ്ട് നിങ്ങൾ വളരണോ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണോ, ചെറിയ സിഗ്നലുകൾ കാണുമ്പോഴേ കൂടുതൽ അലേർട്ടായിരിക്കണം. കേട്ടോ, കൂടുതൽ അലേർട്ടായിരിക്കണം. അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക. ഇപ്പം നമ്മുടെ രാജ്യം നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയുണ്ട്. ഡൽഹിയിലൊരു സ്ഫോടനം നടന്നു. സ്ഫോടനം നടന്ന് അത്രയും പേരെ അറസ്റ്റ് ചെയ്തു. എന്നേ രാജ്യം ചെയ്യത്തുള്ളൂ? രാജ്യത്തിൻ്റെ ഇൻ്റലിജൻസ് ബ്യൂറോ എന്തു ചെയ്യും? ഈ ഭീകരവാദത്തിൻ്റെ റൂട്ട് കിടക്കുന്ന സിറിയ വരെയാണ്. പാകിസ്ഥാനിൽ നിന്നാണെന്നാ നമ്മളെല്ലാം മനസ്സിലാക്കുന്നൊക്കെ. പാകിസ്ഥാനിൽ നിന്നല്ല, സിറിയ വരെ ഉണ്ടെന്നാണ് ന്യൂസുകൾ വരുന്നത്. ഇതിൻ്റെ റൂട്ട് എന്തിനാ റൂട്ട് പിടിച്ചു പോകുന്നത്? ഇനി അതൊരു ലൂപ്പോളാണ്. ആ ലൂപ്പോളിൽ കൂടെ വരരുത്.
ബൗണ്ടറി ഇപ്പം തന്നെ ഉണ്ടല്ലോ, എല്ലാ ബൗണ്ടറിയും ചെക്കിങ് ആയിരിക്കും. ഇതുവഴി ഇത് വന്നു, ആ സ്രോതസ് മൊത്തം, റിസോഴ്സ് മൊത്തം അടയ്ക്കും. ഭീകരവാദികളെ പിടിച്ചില്ല, അതിൻ്റെ സ്രോതസ്, പണത്തിൻ്റെ സ്രോതസ്, അത് വന്ന സ്രോതസ്, ബന്ധങ്ങൾ മൊത്തം. ഞാൻ കേട്ടത് ആ ഭീകരവാദി ആയിട്ടുള്ള ഡോക്ടറിൻ്റെ വീട്, ജമ്മു കാശ്മീരിലെ വീട് ഇടിച്ചു കളഞ്ഞു. മിലിറ്ററി ഇടിച്ചു കളഞ്ഞെന്നാണ്, തകർത്ത് കളഞ്ഞു. അവൻ്റെ വീട് ഇടിച്ചു കളഞ്ഞു. ഭയം ഉണ്ടാകണം. ഒരു രാജ്യത്തെ ഇങ്ങനെ തകർക്കരുത് കേട്ടോ. നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു ഒത്തിരി കേട്ടോ. ദൈവം നമുക്ക് ഈ രാജ്യത്ത് ജനിക്കാനൊരു അവസരം തന്നില്ലേ. നമ്മുടെ വലിയൊരു ചുമതലയല്ലേ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഇപ്പം നോക്കിക്കേ, സുരക്ഷ കേട്ടോ ദൈവമക്കളെ, വിടല്ലേ. നമ്മൾ കണ്ടത് എന്തുവാ? ഈ കാര്യങ്ങൾ നമ്മൾ കണ്ടു. നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത്, നിങ്ങളൊന്ന് അയവിറക്കിക്കേ. ചില ആൾക്കാർക്ക് ഒരു 3-4 പ്രാവശ്യം കേൾക്കുമ്പോഴേ ചിലർക്ക് അത് ഗ്രഹിക്കത്തുള്ളൂ. ചിലർക്ക് 3-4 പ്രാവശ്യം കേൾക്കുമ്പോൾ പല ആംഗിളുകൾ ഗ്രഹിക്കാൻ തുടങ്ങും. വീണ്ടും അതിൻ്റെ ഡെപ്ത് ഗ്രഹിക്കും. ചിലപ്പോൾ ഒരു പോർഷൻ ഒരു 30% ഗ്രഹിച്ചു, ചിലർ അടുത്ത 30, ചിലർ 90% ഗ്രഹിക്കും, അല്ലെങ്കിൽ 100% ഗ്രഹിക്കും. പക്ഷെ വീണ്ടും ഒന്നോർത്ത്, എന്തുവാ ഈ വേർഡിൻ്റെ അർത്ഥം? എന്തുവാ പറഞ്ഞേ? അറിയാവുന്നവർ പറഞ്ഞേ. ഈ വേർഡിന് എന്തിനാ പേര് ചോദിച്ചേ? യാക്കോബിൻ്റെ ചരിത്രമാണ്. ഉൽപ്പത്തി 32 ആരുടെ ചരിത്രം? യാക്കോബ് യാബോക്ക് കടവിൽ നിന്ന് വരുന്ന ചരിത്രമാണ്. എന്തിനാ പേര് ചോദിച്ചേ? നിങ്ങൾ മനസ്സിലാക്കും, നമ്മുടെ ദൈവം ഈസ് വെരി സ്ട്രിക്റ്റ്, അല്ലെങ്കിൽ വെരി ഓർഡറിൻ്റെ ദൈവം. ഞാൻ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയിട്ട്, എവിടെങ്കിലുമൊക്കെ ഏതാണ്ടൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് പിന്നെ ഇങ്ങോട്ട് വന്ന് കർത്താവ് അനുഗ്രഹിക്കത്തില്ല, തെറ്റാ. പുതിയ നിയമത്തിലുള്ള ആൾക്കാർ പലരും എന്നോട് കയറി വാദിക്കാറുണ്ട്. ഇല്ല പാസ്റ്ററെ, പുതിയ നിയമത്തിൽ കൃപയാ പാസ്റ്ററെ, ഒരു കുഴപ്പമില്ല. ഇവനോട് എത്ര പറഞ്ഞു കൊടുത്താലും ഇവന് മനസ്സിലാകത്തില്ല. കാരണം പാപം ചെയ്യാൻ പുതിയ നിയമത്തിൽ ലൈസൻസ് ദൈവം തന്നു. ദൈവമക്കളായി എന്നാൽ നിനക്കൊരു ലൈസൻസ് എന്നാ, പാപം ചെയ്തു, കൃപയുണ്ട് എന്നെവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? പക്ഷെ ചിലർക്ക് ഇതിനോടാ വ്യഗ്രത. ഏതിനോടാ വ്യഗ്രത? പാപത്തോട്. അപ്പോൾ അവന് അതിനുള്ള വാക്യം കണ്ടുപിടിക്കും. പുതിയ നിയമത്തിലായിരിക്കാം, പഴയ നിയമത്തിലായിരിക്കാം, നമ്മളൊക്കെ ജീവിക്കുന്നത് കൃപയിലാണ്. പാപം ചെയ്യാൻ റൈറ്റില്ല, ഒരിക്കലുമില്ല. ഹൃദയം കൊണ്ട് ചിന്തിക്കല്ലെന്ന് പോലുമാണ് ബൈബിൾ പറഞ്ഞേക്കുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ഇപ്പം 21 വർഷത്തിന് മുമ്പ് പേര് ചോദിച്ചു. 21 വർഷം കഴിഞ്ഞതിന് ശേഷം എന്തിനാ കർത്താവ് 21 വർഷത്തിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുന്നത്? അപ്പം നമ്മുടെ ലൈഫിൽ നോക്കിയോ, നമ്മുടെ ലൈഫിൽ രണ്ടാമത്തെ നമ്മൾ എന്ത് ചിന്തിച്ചു? വിച്ച് ക്രാഫ്റ്റ്, മന്ത്രവാദവും ആഭിചാരവും ഒരു ദൈവവൈതലിന് ഫലിക്കത്തില്ല. പക്ഷെ നീ ഇസ്രായേലായിരിക്കണം കേട്ടോ. ഇനി ഞാൻ ഒരു സംഭവം കൂടെ നിങ്ങളോട് പറയാം. ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഭയം കാണരുത്. ഭയമുണ്ടെങ്കിൽ ഇത് ഒരു ഓപ്പണിങ്ങാണ്. ഇപ്പം നിങ്ങൾ ദൈവവൈതലാകണമെന്ന് പോലുമില്ല. ഈ പൈശാചിക ശക്തികൾ നിങ്ങളോട് അറ്റാക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എന്ത് കാണണം? സംശയവും ഭയവും കാണണം. സംശയവും ഭയം ഉള്ളവരെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യും. നിങ്ങളൊരു ദൈവവൈതലല്ല, നിങ്ങളുടെ ഉള്ളിൽ ഭയമില്ല, അവൻ റെസിസ്റ്റ് ചെയ്ത് നിൽക്കും, അവൻ പെട്ടെന്ന് അറ്റാക്ക് ചെയ്തില്ല. അവൻ ഓപ്പണിങ്ങുകൾ ഉണ്ടെങ്കിൽ അറ്റാക്ക് ചെയ്യത്തുള്ളൂ. ഇപ്പം ദൈവവൈതലല്ലാത്തത് കൊണ്ട് ചുമ്മാ കയറി അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഈ പുള്ളി ഓപ്പണിങ് കൊടുക്കണം. ഞാൻ പറയുന്ന വേർഡ് മനസ്സിലാകുന്നുണ്ടോ? പാപത്തിൽ കൂടെ എവിടെയെങ്കിലും എനിക്ക് ഭയങ്കര ധൈര്യം, ഒരു പിശാചിനെ അറ്റാക്ക് ചെയ്തില്ല, ചുമ്മാതാ നിന്നെ അറ്റാക്ക് ചെയ്യും. പിന്നെ നിന്റെ ധൈര്യം ഉള്ളത് കൊണ്ട് ഒരു പരിധി വരെ ഓപ്പണിങ് ഇല്ലെങ്കിൽ കയറത്തില്ല. ഓപ്പണിങ് ഇല്ലെങ്കിൽ നീ ഓപ്പണിങ് കൊടുത്തോ, കയറും. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് ചാനലിനകത്ത്, ഏത് ന്യൂസ് ചാനലാണെന്നും പറയുന്നില്ല, മലയാളമല്ല, ഒരു ന്യൂസ് ചാനലിനകത്ത് ഒരു സൈഡിൽ മൊത്തം കുറേ മന്ത്രവാദികൾ ഇരിക്കുന്നു, മന്ത്രവാദം ചെയ്യുന്നവർ. മറു സൈഡിൽ ദൈവം ഇല്ലെന്ന് വിശ്വസിക്കുന്നവർ കുറച്ച് പേര് ഇരിക്കുന്നു. ഇവർ തമ്മിൽ രണ്ടുപേരും ചലഞ്ചസ് നടക്കുക. ആങ്കർ നിന്നുകൊണ്ട് ഇവർ രണ്ടുപേരെയും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതിനിടയ്ക്ക് ഒരു പെങ്കൊച്ച് പറഞ്ഞു, എന്തോ ചലഞ്ച് ചെയ്തു. ഈ മന്ത്രവാദി പറയുക,
നീ ഇപ്പം ഈ ലൈറ്റെല്ലാം ഓഫ് ചെയ്തിട്ട് നീ എൻ്റെ കൂടെ ഇത്ര മിനിറ്റ്, അരമണിക്കൂർ, എനിക്ക് അരമണിക്കൂർ വെല്ലുവിളിക്കുക, അരമണിക്കൂർ നീ ഇവിടെ മയങ്ങി താഴെ വീഴും. ഒറ്റ വിളക്കും ഒരു മെഴുകുതിരിയും ഒരു വിളക്കും ഒരു ഇരുട്ട് മുറിയും കൂടെ തന്നാൽ മതി, ഇത്ര തന്നാൽ മതി. ഇവളത് ആദ്യം കയറി ചലഞ്ച് ചെയ്തു. ആദ്യം കയറി പറഞ്ഞു ഷിക്കർ നീ മയങ്ങി താഴെ വീഴും. അപ്പോൾ ആങ്കർ ചോദിച്ചു നീ എങ്ങനെ അവളെ മയക്കുന്നത്? ഒന്നുമില്ല, ഞാൻ വിളിച്ചാൽ സാധനങ്ങൾ വരും, ഞാൻ വിളിച്ചാൽ വരും, ഇവിടെ അകത്ത് കയറും. ഇവിടെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇവിടെ ആകെപ്പാടെ ഇതാകും, ഇവിടെ ഓടും. അപ്പോൾ തന്നെ ഈ കൊച്ചു പേടിക്കാൻ തുടങ്ങി, ഈ കൊച്ചു പാനിക്കാകാൻ തുടങ്ങി, ഈ കൊച്ചു പെട്ടെന്ന് പാനിക്കാതെ. ഇതിങ്ങനെ പാനിക് ആയിക്കൊണ്ടിരിക്കുമ്പോൾ വേറൊരു ലേഡി അവർ വരുന്നു, ഇതിനിടയ്ക്കോട്ടൊരു ലേഡി വരുന്നു. ആ ലേഡി വന്നിട്ട് പറഞ്ഞു നിൻ്റെ ചലഞ്ച് ഞാൻ എടുത്തു, നീ എന്നെ ഒന്ന് മയക്കി കാണിക്കാം. അവർ വിശ്വാസികളൊന്നുമല്ല, നിൻ്റെ ചലഞ്ച് ഞാൻ ഏറ്റെടുത്ത് എന്നെ ഒന്ന് മയക്കി കാണിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കിന് എല്ലാവരും കൂടെ കൈയടിച്ചു. ആങ്കർ പറഞ്ഞു ശരി നിങ്ങൾ ഏറ്റെടുത്തു. ഒരു ഇരുട്ട് മുറിക. മന്ത്രവാദി പറഞ്ഞു എത്ര 30 മിനിറ്റ് പോയെന്ന് പറഞ്ഞു. 30 മിനിറ്റ് പോലും വേണ്ടെന്ന് പറഞ്ഞു. ഒരു ഇരുട്ട് മുറി ഒരു മുറി കൊണ്ടുപോയി ലൈറ്റ് വല്ല ഓഫ് ചെയ്ത്, അവിടെ അങ്ങാണ്ടുള്ള സ്റ്റുഡിയോ മുറിയാണ്, അവിടെ ഓഫ് ചെയ്തു. പുള്ളി ഒരു മെഴുകുതി വെച്ചു. ആ ലേഡി അവിടെ ഇങ്ങനെ കൊണ്ടിരുന്നു. വിശ്വാസി അല്ലേ, മലയാളി അല്ലേ, അവിടെ ഇരുന്നു. ഈ മന്ത്രവാദി അവിടെ ഏതാണ്ടൊക്കെ പരിപാടി ചെയ്തു. എക്സ്ട്രാ ടൈമും കൊടുത്തു, എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ആ ലൈറ്റ് ഓൺ ചെയ്തു. അരമണിക്കൂറൊക്കെ കഴിഞ്ഞു. അരമണിക്കൂർ ചെയ്തിട്ട് ഇപ്പം വരുന്നില്ല, ഒന്നും പറ്റുന്നില്ല. തിരിച്ചു വന്നു. ആ ലേഡി സ്റ്റുഡിയോയിലോട്ട് വന്നു, ലൈറ്റിനടുക്കിലോട്ട് വന്നു. മന്ത്രവാദി ചൂളി നാശമായി ചമ്മി ആണ് പുള്ളി വന്നത്. എന്നിട്ട് ഈ ലേഡി പറയാ ആ ലേഡിക്കുള്ള അവർ പറയാ ഇവൻ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ കാണാം, പക്ഷെ എൻ്റെ ഉള്ളിൽ ഭയമില്ല. എൻ്റെ ഉള്ളിൽ ഭയമില്ലാത്തത് കൊണ്ട് അത് എൻ്റെ അടുക്ക കയറത്തില്ല. എന്നിട്ട് മന്ത്രവാദി ആണ്ടൊക്കെ പറയാൻ ശ്രമിച്ചു. പക്ഷേ മന്ത്രവാദി നമ്മുടെ ഭാഷയിൽ പറഞ്ഞ പുള്ളി പരിഹാസ വിഷയമായി. പറ്റുന്നില്ല. പക്ഷെ ഇവർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഒന്നോർക്കുക, മന്ത്രവാദം സംഭവിക്കത്തില്ല. ദൈവമക്കൾ ഭയപ്പെടേണ്ടതില്ല. നിങ്ങളൊന്നിനെ ഒരു സ്പിരിച്വൽ കാര്യങ്ങളെ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുക കേട്ടോ. ദൈവത്തെ ഭയപ്പെടുക, രാജാവിനെ ബഹുമാനിക്കുക, അങ്ങനെ ബൈബിൾ പറയുന്നത്. കാരണം ഭയപ്പെടത്തില്ലെന്നൊക്കെ പറഞ്ഞ് ഇനി ഒന്നിനെ ഞാൻ പേടിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാർ SI ചെന്ന് 2 ചീത്ത വിളിച്ചാൽ ഭയപ്പാടാനുള്ള വഴി പുള്ളി തന്നെ ഒരുക്കി തരും കേട്ടോ. അങ്ങനല്ല, നമുക്ക് ചിലതിന് പരിജ്ഞാനത്തിൽ വേണം എല്ലാ കാര്യങ്ങളും ചിന്തിക്കാൻ. പക്ഷെ മന്ത്രവാദവും ആഭിചാരവും ഫലിച്ചില്ല. എന്തുപറ്റി? കാവലുണ്ടായിരുന്നു. പക്ഷെ ആ കാവൽ മാറി. എങ്ങനെ മാറി? പാപനിമിത്തം. നിങ്ങൾ ആ വേർഡ് കണ്ടു. ഇനി അടുത്തത്, ഈ വേർഡ് ഞാൻ പഠിപ്പിച്ചായിരുന്നു. ഈ വേർഡും നിങ്ങൾ ആൻറ്റി എനിക്കൊന്ന് വീഡിയോ കണ്ടായിരുന്നു അല്ലേ? നമ്മൾ ഇന്നടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിക്കാൻ പോകും. എഴുതിയെടുത്തു. ഇത് ഞാൻ ബ്രേക്കിംഗ് ദ ജനറേഷണൽ പ്രോബ്ലം പഠിപ്പിക്കുമ്പോഴും പഠിപ്പിക്കാറുമുണ്ട്. നമുക്ക് വായിക്കാം. 2 ശമൂവേലിൻ്റെ പുസ്തകം 21-ാം അധ്യായം. 2 Samuel chapter 21 verse 1. 2 Samuel chapter 21 verse 1. വായിച്ചാട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ദാവീദിന്റെ കാലത്ത് 3 സംവത്സരം തുടരെ ക്ഷാമമുണ്ടായി. ദാവീദ് യഹോവയുടെ അരുളപ്പാട് ചോദിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു. ആൻറ്റി അത്രയും മതി, നമുക്ക് സ്ലോലി അത് ചിന്തിച്ചു വരാം. നിങ്ങൾ കേൾക്കുന്നുണ്ടോ സിസ്റ്റർ? യു ഓൾസോ ജസ്റ്റ് പ്ലീസ് സ്റ്റഡി അബൌട്ട് ദാറ്റ് തിങ്. ഓക്കെ, സോ ഫസ്റ്റ് ദാവീദിൻ്റെ കാലത്ത് എന്ന് വെച്ചാൽ ദാവീദ് രാജാവായി. ഇപ്പം ശൗൽ എന്ത് ചെയ്യേ? ദാവീദ് രാജാവായപ്പോൾ ശൗൽ എന്ത് ചെയ്യേ? ശൗല് ഗിൽബോബ പർവ്വതത്തിൽ പട്ടുപോയി, തകർന്നുപോയി. ശൗലും തൻ്റെ മകനും ഗിൽബോബ പർവ്വതത്തിൽ പട്ടുപോയി. ദാവീദ് രാജാവായിട്ടിരിക്കുന്ന കാലത്ത് 3 സംവത്സരം തുടരെ ക്ഷാമമുണ്ടായി. ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണോ? നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്ത്. ആണോ? ആണ്. ദൈവത്തിൻ്റെ അഭിഷേകത്തോടുകൂടെ വന്നതാണോ? ആണ്. ദാവീദ് രാജാവായിട്ടിരിക്കുമ്പോൾ ദാവീദിനെ ആരാ രാജാവാക്കിയേ? ദൈവം. ആരാ ദാവീദിനെ രാജാവാക്കിയേ? ദൈവം. നിങ്ങളെല്ലാം കേട്ടോണം, ഞാൻ വിശ്വാസികളുടെ ചോദ്യത്തിനുള്ള ആൻസർ പറയാം. തുടരെ 3 സംവത്സരം ദേശത്ത് ക്ഷാമം വന്നു. ആരാ ദാവീദിനെ രാജാവാക്കിയേ?
അഭിഷേകം വീണതാണോ പിന്നെ പ്രശ്നം വരുമോ? മനസ്സിലാവുന്നുണ്ടോ? രക്ഷിക്കപ്പെട്ടതാണോ? സ്നാനപ്പെട്ടതാണോ? എല്ലാം ആണോ? രാജാവായതാ. പിന്നെ തുടരെ ദേശത്തിന് 3 സംവത്സരം ക്ഷാമം വന്നു. തുടരെ ഒരു കാര്യം വരുമ്പോൾ, നിങ്ങളുടെ ലൈഫിലും വരുമ്പോൾ, ദാവീദ് എന്തെടുത്തു എന്ന് നോക്കി. യഹോവയോട് അരുളപ്പാട് ചോദിച്ചു, ദൈവത്തോട് ആലോചന ചോദിച്ചു. നിങ്ങളുടെ ലൈഫിലും ഒരു പ്രോബ്ലം തുടരെ വരിക, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം തുടരെ നിങ്ങളെ അറ്റാക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം നിങ്ങളുടെ ലൈഫിൽ തുടരെ വരിക. ചില വ്യക്തികളുടെ ലൈഫിൽ ഒരു സൈക്കിൾസ് ഉണ്ട്. എല്ലാ 3 വർഷം കൂടി ഇരിക്കുമ്പോഴും അവരുടെ ജീവിതത്തിൽ വലിയൊരു നഷ്ടം. ഒന്നാമത്തെ 3 വർഷം ഒരു വണ്ടി അങ്ങ് നഷ്ടമായി. അടുത്ത 3 വർഷം എന്തോ കമ്പനിയിൽ ഫൈൻ കൊടുക്കേണ്ടി വന്നു, ഒരു കെയർ ഓഫിൽ പോയി. അടുത്ത 3 വർഷം ഒരു ആക്സിഡൻറ്റ്, നഷ്ടം. അടുത്ത 3 വർഷം കഴിഞ്ഞപ്പോൾ ഒരു രോഗം. ചിലരുടെ ഒരു 20 വർഷത്തെ കണക്കെടുത്തിട്ട് അവർ പറയുന്ന, ചിലർക്ക് എല്ലാ വർഷവുമാണ് നഷ്ടം. എല്ലാ വർഷവും ഒരു പർട്ടിക്കുലർ സമയം വരുന്ന ആ ഒരു സീസൺ വരും. സമയം എന്ന് പറയുന്ന ഒരു സീസണാണ്. ആ സമയത്ത് അവരെ ജീവിതത്തിൽ നഷ്ടമാണ്. ചിലർക്ക് ഒരു 5 വർഷത്തെ ഗ്യാപ്പാണ്, ചിലർക്ക് ഒരു 10 വർഷത്തെ ഗ്യാപ്പാണ്. ഒരു ഭയങ്കര നഷ്ടം. ചിലത് മരണത്തിൽ വരെ കുടുംബത്തിലുള്ളവർ പോയി കലാശിക്കും. തുടരെ ജീവിതത്തിൽ ഒരു കാര്യം ആവർത്തിക്കപ്പെടുന്നുണ്ടെങ്കിൽ, കേട്ടോ, കർത്താവ് എനിക്കത് തന്നതാ, സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കാതെ, പിശാചിൻ്റെ കയ്യിൽ നിന്ന് തല്ലു മേടിക്കാതെ, ദൈവം നിന്നെ തല്ലാൻ പിശാചിൻ്റെ കൈ വടി കൊടുത്ത് കൊടുക്കത്തില്ല. ദൈവത്തിന് നിന്നെ തല്ലാൻ ദൈവത്തിന് കഴിവില്ലാത്തതുകൊണ്ടല്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന് നിങ്ങളെ തല്ലണമെങ്കിൽ പിശാചിൻ്റെ കൈ വടി വെട്ടി കൊടുത്തിട്ട് പറയാം, നീ പോയി തല്ലിക്കൊള്ളാൻ പറയുമോ? ദൈവത്തിൻ്റെ ജോലിയല്ല അത്. ദൈവം ശിക്ഷിക്കും. ദൈവത്തിൻ്റെ മെത്തേഡുണ്ട്. സ്വർഗം മഹാരാജാവാ, ദൈവം മഹാരാജാവാ. പിശാചിൻ്റെ വടി വെട്ടി കൊടുത്തിട്ടില്ല, പോയി അവനെ അടിച്ചേരെന്ന് പറയത്തില്ല. ദൈവത്തിൻ്റെ വചനത്തിലും ദൈവത്തിൻ്റെ ശാസനത്തിലും തൻ്റെ മക്കളെ ശിക്ഷിക്കും. അവൻ സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കും. പക്ഷേ അവൻ ശിക്ഷിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിലുള്ള നഷ്ടം എല്ലാം കൂടെ വരുത്തിയല്ല ശിക്ഷിക്കുന്നത്. അതൊക്കെ മനസ്സിലാക്കുക. നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് എന്തുവാ? ഇതെല്ലാം പറ്റിയത് ദൈവത്തിന് അറിയാം. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷെ ഇതെവിടെയോ ലൂപ്പോളുണ്ട്, കേട്ടോ, റൂട്ടുണ്ട്. ഇന്ന് നമ്മൾ അതാ പഠിക്കാൻ പോകുന്നത്. എന്തുകൊണ്ട്? റൂട്ട്, കേട്ടോ. ചിലതിന് റൂട്ടുണ്ട്. നമ്മൾ ഇന്ന് അതാണ് കാണാൻ പോകുന്നത്. തുടരെ ക്ഷാമം വന്നു. ദാവീദ് എന്തെടുത്തു? ദൈവത്തോട് ആലോചന ചോദിച്ചു. ദൈവത്തോട് ആലോചന ചോദിക്കാൻ പോയപ്പോൾ ദൈവം എന്തു പറഞ്ഞു കൊടുത്തു? അപ്പം ദൈവത്തോട് ചോദിച്ചാൽ പറയാമോ? പറഞ്ഞോ? നിങ്ങളൊന്നും അതെങ്കിലും ഒന്ന് പറ. ദൈവത്തോട് ചോദിച്ചാൽ പറയാമോ? പറയും. ദൈവത്തോട് ഒന്ന് ചോദിച്ചു, കിട്ടിയില്ലെങ്കിൽ ദൈവത്തോട് വീണ്ടും ചോദിക്കണം. കാരണം അവൻ ആലോചന മറച്ചു വെച്ചിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളെ അവൻ അറിയും. നിങ്ങൾക്ക് എത്രമാത്രം ആ വിഷയത്തിൽ വിടുതലിന് ആഗ്രഹമുണ്ടെന്ന് നോക്കും. നിങ്ങൾക്കൊരു ഡെസ്പറേഷൻ ഉണ്ടോ, അവൻ അതിൻ്റെ മിസ്റ്ററി ഓപ്പൺ ചെയ്തു തരും, കേട്ടോ. നിങ്ങൾക്ക് അതിൻ്റെ ഡെസ്പറേഷൻ ഉണ്ടോ, അവൻ അതിൻ്റെ മിസ്റ്ററി ഓപ്പൺ ചെയ്തു. ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം എന്ത് പറഞ്ഞു കൊടുത്തു? നിന്റെ കുഴപ്പമല്ല. പക്ഷെ ആരുടെ കുഴപ്പമാണ്? നിന്റെ മുമ്പേ ഇരുന്ന രാജാവായ ശൗല് ഗിബയോന്യരെ കൊല്ലുക കൊണ്ടാണ്. ചോദ്യം നമ്പർ 1. ശൗല് കൊന്നതിന് എന്തിനാ കർത്താവേ ദാവീദ് അനുഭവിക്കുന്നത്? അല്ലെങ്കിൽ ദേശം അനുഭവിക്കുന്നത് എന്തിനാ? ആരാ കൊന്നേ? ശൗല് കൊന്നു. എന്തിനാണ് ശൗല് കൊന്നതിൻ്റെ പേരിൽ ദേശം അനുഭവിക്കുന്നത്? എന്തിനാ? നിങ്ങൾ എഴുതി വെച്ചോ. പ്രഭുക്കന്മാരുടെ തെറ്റുകൾ ദൈവം ദേശത്തിൻ്റെ മീതെ കണക്കിടുന്നത്. താൻ ഒരു അധികാരിയായിരിക്കുമ്പോൾ, രാജാവായിരിക്കുമ്പോൾ തൻ്റെ പവറിൽ നിന്നുകൊണ്ടാണ് മറ്റൊരുത്തൻ്റെ രക്തം വീഴ്ത്തിയത്. മനസ്സിലാവുന്നുണ്ടോ വല്ലം? ഒന്നുമില്ല, ഒരു പൊസിഷനില്ല, ഒരു പവറില്ല, ഒന്നുമില്ലാത്തൊരു വ്യക്തി ഒരാളുടെ രക്തം വീഴ്ത്തി, അത് അവൻ്റെ കുടുംബത്തിലാണ് വരുന്നത്. അത് അവൻ്റെ മേലും അവൻ്റെ പക്ഷെ നീ അധികാരിയായിരിക്കുമ്പോൾ യാഗങ്ങളുടെ പ്രമാണം വേറെയാണ്. യാഗങ്ങളുടെ പുരോഹിതനായിരിക്കുമ്പോൾ തെറ്റ് ചെയ്താൽ അതിന് വേറെ പ്രമാണമാണ്.
പ്രഭു ആയിരിക്കുമ്പോൾ ഒരു യാഗം ചെയ്ത യാഗമൃഗം വേറെയാണ്. സാധാരണ വ്യക്തിക്ക് കുഞ്ഞാടേ ഉള്ളൂ, സാധാരണ സ്ഥലത്ത് മാത്രമേ രക്തം ചെല്ലേണ്ട സ്ഥലമുള്ളൂ. പക്ഷെ ഒരു പ്രഭുവോ ഒരു പുരോഹിതനോ പാപം ചെയ്താൽ അതിൻ്റെ സിസ്റ്റം അല്പം കൂടെ വ്യത്യാസമാണ്. അധികാരിയായിരിക്കുമ്പോൾ പാപം ചെയ്താൽ അതിന് ശിക്ഷ വേറെയാണ്. അപ്പൊ എന്തിനാണ് ശൗല് ചെയ്തതിന്റെ ശിക്ഷ ദേശത്തിന് മീതെ വന്നേ? അല്ല, ശൗല് ചെയ്തതിന്റെ ശിക്ഷ എന്തിനാ ദേശം മൊത്തം വന്നേ? ശൗല് പ്രഭുവായിരുന്ന രാജാവായിരിക്കുമ്പോൾ ചെയ്ത, അതുകൊണ്ടാണ് ദേശം മൊത്തം വന്നേ. മനസ്സിലാവുന്നുണ്ടോ? പൊളിറ്റിക്കൽ അധികാരികളായിട്ടുള്ളവർ ദേശത്തിന്റെ അധികാരം ഉള്ളത് കൊണ്ട് അവർ ദേശത്തിന് മീതെ ശാപം കൊണ്ടുവരാം. തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ, അവർ ദേശത്തിനൊരു തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്താൽ ഒരു അധികാരം ഉള്ളത് കൊണ്ട് ഈ വ്യക്തികൾ ദേശത്ത് എന്തെങ്കിലും ചെയ്താൽ, അധികാര നിമിത്തം ചെയ്താൽ, ദേശത്തുള്ള ജനങ്ങൾ മൊത്തം അതിൻ്റെ ശിക്ഷ അനുഭവിക്കും. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ഇനി ദാവീദിനോട് ഇത് പറഞ്ഞു. ദാവീദ് ഇത് കേട്ട ഉടനെ കാര്യം മനസ്സിലായി. എങ്ങനെ ദാവീദിന് മനസ്സിലായി? ദാവീദ് രാജാവല്ലേ, പുരോഹിതനല്ലല്ലോ. പക്ഷെ ദാവീദിന് എങ്ങനെ കാര്യം മനസ്സിലായി? നീ രാജാവായിട്ടിരിക്കുമ്പോൾ നിനക്കുള്ള പ്രമാണമുണ്ട്. ആവർത്തന പുസ്തകം 17 കിടപ്പുണ്ട്, രാജാക്കന്മാർക്കുള്ള പ്രമാണം. ആവർത്തന പുസ്തകം ആരെഴുതുന്ന? മോശ. എവിടെ വെച്ച് എഴുതുന്ന? മോവാബി സമഭൂമി വെച്ച്. മോശയുടെ മരണത്തിനു മുമ്പേ മോശ എഴുതുന്നതാണ് ആവർത്തന പുസ്തകം. അന്ന് ദൈവം മോശയിൽ കൂടെ 17-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, വാഗ്ദത്ത ദേശത്ത് ചെന്നിട്ടില്ല. നിങ്ങൾ ഓർക്കണം, വാഗ്ദത്ത ദേശത്ത് ചെന്നിട്ടില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഞാൻ ഈ ജിയോഗ്രാഫിയും ടൈം ലൈനും എല്ലാം കൂടെ ഒരുമിച്ചാണ് പറയുന്നത്. നിങ്ങൾക്കത് മനസ്സിലാക്കണം, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. വാഗ്ദത്ത ദേശത്ത് ചെന്നിട്ടില്ല. അതിനു മുമ്പേ ദൈവം പറഞ്ഞു, നിങ്ങളെ ഞാൻ വാഗ്ദത്ത ദേശത്ത് എത്തിച്ചു കഴിയുമ്പോൾ നീ അവിടെ ചെല്ലുമ്പോൾ ജാതികളുടെ മര്യാദ ആചരിക്കൽ. പക്ഷെ നീ ജാതികളെ പോലെ രാജാക്കന്മാരെ ചോദിക്കും. എന്നാൽ നീ ദൈവത്തിന്റെ രാജ്യത്വത്തെ നിഷേധിക്കുക. നിനക്ക് മറ്റൊരു രാജാവിനെ കൊടു. നീ അങ്ങനെ രാജാവിനെ ചോദിക്കുമ്പോൾ നീ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് ഒരാളെ രാജാവാക്കണം. അന്യജാതിക്കാരൻ നിന്റെ മീതെ രാജാവായി കൂടാ. ഇനി അവൻ രാജാവാകുമ്പോൾ ആ രാജാവിനുള്ള പ്രമാണം, അവന് കുതിരയും സമ്പത്തും സമ്പാദിക്കേണ്ടതിന് അവൻ മിസ്രൈമിലേക്ക് തിരിച്ചു പോകല്. അവൻ അനേക ഭാര്യമാരെ അവൻ എടുക്കരുത്. അവന് വെള്ളിയും പൊന്നും സമ്പത്തും ഒക്കെ ഒത്തിരി ഉണ്ടായി അവൻ നിഗളിച്ചു പോകല്. ആ സമയത്ത് ദൈവം കുറെ പ്രമാണങ്ങൾ കൊടുത്തു. ആ സമയത്ത് ദൈവം പറഞ്ഞു, നീ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നീ എൻ്റെ പുരോഹിതന്മാരെ വരുത്തണം. ഒരു രാജാവ് സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ എന്നാ പറയുന്നത്? വാഗ്ദത്തദേശത്ത് ചെന്നിട്ടില്ല. ഇസ്രായേൽ മക്കൾ ഇത് പറഞ്ഞതിന് ശേഷം 400 വർഷത്തോളം കഴിയുമ്പോഴാണ് രാജാവ് വരുന്നത്. ഇവിടുന്ന് കഴിഞ്ഞ് ഏകദേശം 400 വർഷം എത്തുമ്പോഴാണ് രാജാക്കന്മാർ വരുന്നത്. നിങ്ങൾക്ക് വല്ലതും പിടുത്തം കിട്ടുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അവിടെ ഇപ്പൊ ദൈവം പറയാ, നീ രാജാവായിട്ടിരിക്കുമ്പോൾ എൻ്റെ പുരോഹിതന്മാരെ വരുത്തണം. പുരോഹിതന്മാരെ വരുത്തിയിട്ട് ആവർത്തനം 17 കിടപ്പുണ്ട്. നീ അവരുടെ കയ്യിൽ നിന്ന് എൻ്റെ വചനത്തിൻ്റെ ഒരു കോപ്പി നീ മേടിക്കണം. എൻ്റെ പ്രമാണത്തിൻ്റെ, വിശുദ്ധ പ്രമാണത്തിൻ്റെ ഒരു കോപ്പി നീ മേടിക്കണം. മേടിച്ചിട്ട് നീ രാജാവായിട്ട് സിംഹാസനത്തിൽ ഇരിക്കുമ്പം നീ അത് കൈപ്പടയിൽ നീ അത് പകർത്തി എഴുതണം. കർത്താവ് വേറൊരാളെ കൊണ്ട് എഴുതിച്ചാൽ പോരാ, വേണ്ട. എഴുതുന്നതിൻ്റെ പ്രാധാന്യം ഞാൻ പറയാൻ പോവാം. എങ്ങനെ പറയണമെന്ന്? നീ കൈപ്പടയിൽ കൈ കൊണ്ട് നീ അത് ഒരു പുരോഹിതന്റെ കയ്യിൽ നിന്ന് എൻ്റെ ന്യായപ്രമാണത്തിന്റെ കോപ്പി മേടിച്ചിട്ട് നീ എന്തോ എടുക്കണം? അത് കൈപ്പടയിൽ പകർത്തി എഴുതണം. എന്തിനാ പകർത്തി എഴുതേണ്ടത്? ഈ പുസ്തകം നീ എൻ്റെ ജീവന്റെ വചനം, എൻ്റെ വിരലുകളാൽ എഴുതിയ വചനം നീ നിന്റെ കൈ കൊണ്ട് പകർത്തി എഴുതുമ്പോൾ എൻ്റെ കൈ കൊണ്ട് ഞാൻ നിന്റെ ഹൃദയത്തിൽ എഴുതും. എന്തിനാ എഴുതുന്നേ? നീ എൻ്റെ വചനം അനുസരിച്ചായിരിക്കണം നീ എൻ്റെ ജനത്തെ ഭരിക്കേണ്ടത്. ഇതെൻ്റെ ജനമാണ്, കേട്ടോ. അതുകൊണ്ട് സഭയിലുള്ള എല്ലാവരും കേട്ടോണം, ഒരു വിട്ടുവീഴ്ചയില്ല. നമുക്ക് നാളുകളിൽ കേൾക്കാൻ വന്ന പാസ്റ്റേഴ്സും, നീ ദൈവസഭയെ ഭരിക്കേണ്ടത്
നിന്റെ കഴിവ് കൊണ്ടും നിന്റെ ജ്ഞാനം കൊണ്ടും നിന്റെ വിദ്യാഭ്യാസം കൊണ്ടും അതൊന്നും അല്ല. അതെല്ലാം നല്ലതാണ്. പക്ഷെ ഈ ജനം ആരുടെ ജനോ? ദൈവത്തിൻ്റെ ജനം. നീ എങ്ങനെ ഭരിക്കണം ജനത്തെ? വചനത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കണം കേട്ടോ. സ്ട്രോങ് ലീഡർഷിപ്പ് വേണം. കാര്യങ്ങൾ ശരിയാ, നല്ല ലീഡർഷിപ്പ് വേണം. കാര്യങ്ങളൊക്കെ പറയേണ്ടതുപോലെ പറഞ്ഞും സംസാരിച്ചും എല്ലാം കൊടുക്കണം. പക്ഷേ നിന്റെ ജീവിതത്തിലുള്ള ചില ആ ഒരു ലോകപ്രകാരം കിട്ടിയ അറിവ് കൊണ്ടല്ല നീ എൻ്റെ ജനത്തെ ഭരിക്കേണ്ടത്. നീ എങ്ങനെ ഭരിക്കേണ്ടത്? നിങ്ങൾ പറഞ്ഞേന്നേ, എങ്ങനെ ദൈവജനത്തെ ഭരിക്കേണ്ടത്? വചനത്തിൻ്റെ ബേസിൽ. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ചിലത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഞാൻ പലപ്പോഴും ഓർക്കുന്നു, എൻ്റെ മനസ്സിൽ ഇപ്പോഴല്ല, എൻ്റെ മനസ്സിൽ ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തു. എനിക്കറിയാവുന്ന, ഞാൻ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന, ഇപ്പോഴൊന്നും അല്ല, വർഷങ്ങൾ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന, നമ്മളോട് ശുശ്രൂഷയ്ക്കകത്തും എന്നെ കൊണ്ട് പറ്റുവോളം ഞാൻ ഹെൽപ്പ് ചെയ്ത ഒരു വ്യക്തി. ഞാൻ ഒരു പ്രാവശ്യം ആ വ്യക്തിയോട് ഞാൻ പറഞ്ഞു, ഇവിടെ അല്ല, ഓൾമോസ്റ്റ് നമ്മുടെ കേരളമോ കർണാടകയോ ഇവിടെ ഒന്നും അല്ല. ഞാൻ അവനോട് പറഞ്ഞു, ആ വ്യക്തിയോട് ഞാൻ പറഞ്ഞു, ബ്രദർ, നീ ആവശ്യമില്ലാത്ത കുലുമാലി പോയി പെടല്ല. നീ ആവശ്യമില്ലാത്ത ഗേൾസിനെ വിളിച്ച് നിന്റെ വീട്ടിൽ കൊണ്ടിരുത്തല്ലേ. ഞാൻ പറഞ്ഞു, അവരോട് പറഞ്ഞു, ഇല്ലില്ല, അതൊക്കെ എൻ്റെ ഫ്രണ്ട്. ഞാൻ പറഞ്ഞു, നിന്റെ തലയിൽ അതിരിക്കും, നീ ചെയ്യല്ലേ. അവൻ കയറി എന്നോട് ചൂടായി. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് രാത്രി നിന്റെ വീട്ടിൽ ഞാൻ ഇറങ്ങിപ്പോവും. നീ 500 രൂപയ്ക്കും 1000 രൂപയ്ക്കും പാസ്റ്റേഴ്സിനെ നീ കണ്ടിട്ടുണ്ട്. നിന്റെ 500 രൂപയും വേണ്ട, 5000 രൂപയും വേണ്ട, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ ഞാൻ ഇറങ്ങിപ്പോവും. ഞാൻ പോയാ ഇന്ന് രാത്രി എന്നോട് ഇറങ്ങിപ്പോവും. ഞാൻ പോയാ, കാരണം എനിക്കറിയാം നിന്റെ പൈസയ്ക്ക് വേണ്ടി ഞാൻ വന്നതല്ല. ഇല്ലില്ല, നീ ഇവിടെ താമസിച്ചോ എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പോയി. ഞാൻ അവനോട് പറഞ്ഞു, നീ സൂക്ഷിക്കണം, നീ ആവശ്യമില്ലാത്ത പരിപാടി ചെയ്യല്ലേ. 1 മാസം കഴിഞ്ഞപ്പോൾ ആ 4 or 5 കല്യാണം കഴിച്ച ആ പെങ്കൊച്ച് ഇവനെ കൊണ്ടുപോയി, തട്ടിക്കൊണ്ടുപോയി. 4 or 5 കല്യാണം കഴിച്ച ആ പെങ്കൊച്ച് ഇവനെ കൊണ്ടുപോയി. അവസാനം അവൻ കരഞ്ഞു വിളിച്ചു, ദൈവം അവനൊരു വിടുതൽ കൊടുത്തു. വീണ്ടും കർത്താവിനോട് പറഞ്ഞ് അവനെ ഹെൽപ്പ് ചെയ്യും. ഞാൻ പോയി ഹെൽപ്പ് ചെയ്തു. വീണ്ടും ഒന്ന് സ്വസ്ഥമായി വന്ന് 2-3 വർഷം കഴിഞ്ഞപ്പം അടുത്തൊരു ഗുലുമാലി പോയി വിടും. കല്യാണത്തിൻ്റെ പ്രശ്നമായി. ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞു വിടുക. കല്യാണത്തിൻ്റെ സമയമായി. പള്ളിയിൽ പോകത്തില്ല പുള്ളി, ജീവിതത്തിൽ പള്ളിയിൽ പോകത്തില്ല. ഞാൻ പറഞ്ഞ പള്ളിയിൽ പോ, നീ ഒരു ചർച്ചിൽ പോ, ഒരു ദൈവദാസന്റെ മുമ്പിൽ നീ കീഴടങ്ങിയിരിക്കും. നീ ശുശ്രൂഷ ചെയ്യാൻ സ്റ്റേജ് കിട്ടാൻ വേണ്ടി മാത്രം പള്ളിയിൽ പോകാതെ നീ ഒരു കർത്താവദാസന്റെ അടുക്ക പോയി കീഴടങ്ങിയിരിക്കും. നിനക്കത് നന്മയാണ്. ഞങ്ങൾ തമ്മിൽ കുറച്ച് കാര്യം ഞാൻ പറഞ്ഞു, വചനം പറയുന്നു, നീ ഇങ്ങനത്തെ പണികൾ, ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, ഇങ്ങനത്തെ കാര്യങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമാണ്. ഞാൻ വരത്തില്ലെന്നോ, എൻ്റെ കല്യാണത്തിന് ഞാൻ വരത്തില്ലെന്നോ. എന്നോടുള്ള അവൻ്റെ കണക്ഷൻ വിട്ടുവിടും. നാളുകൾ കഴിഞ്ഞു. ഒരിക്കൽ നോക്കിയപ്പം എന്നെ വിളിച്ച് ക്ഷമ പറയാം. മനസ്സിലായത് 2 പിള്ളേരായതിനു ശേഷം മനസ്സിലായത്. കറക്ഷൻ ചെയ്യാം. എങ്ങനെ കറക്ഷൻ ചെയ്യാം? അവൻ്റെ 5000 രൂപ 10000 രൂപ 1,00,000 രൂപ കിട്ടുമല്ലോ എന്ന് ഓർത്തോണ്ടല്ല കറക്ഷൻ ചെയ്യേണ്ടിയേ. സാറില്ല, അതിനെന്തുവാടാ, കുഴപ്പമില്ല. വചനത്തിനനുസരിച്ചായിരിക്കണം ആരെ ഭരിക്കേണ്ടത്? ജനത്തെ ഭരിക്കേണ്ടത്. നീ പറയേണ്ടതുപോലെ രഹസ്യത്തിൽ അവനെ നേടാൻ വേണ്ടി നോക്കണം. മടങ്ങി വരാം കേട്ടോ. വചനം ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ദാവീദ് രാജാവായിരിക്കുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? യഹോവയുടെ വചനം കൈപ്പടയിൽ എഴുതിയെടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ വാക്യം വായിച്ചു. ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ ആവർത്തന പുസ്തകം 17-ാം അധ്യായം ഒന്ന് വായിച്ച് അതിൻ്റെ അവസാനത്തെ വാക്യങ്ങളൊന്ന് വായിച്ച്. ആവർത്തന പുസ്തകം 17-ന്റെ അവസാനത്തെ വാക്യങ്ങളൊന്ന് വായിച്ച്. അതിന്റെ മേളിൽ തൊട്ട് വായിച്ചു. അതിന്റെ മേളിലുണ്ട് കൈവശം ഇരിക്കുന്നത്. എന്തോ കൈവശം ഇരിക്കണ്ടേ? ആവർത്തന പുസ്തകം, നിന്റെ സഹോദരന്മാരുടെ മീതെ നിന്റെ ഹൃദയം നിഗളിച്ചുയരാതിരിക്കേണ്ടതിന്. അത് ഞാൻ പറഞ്ഞ വേർഡുകളുണ്ടല്ലോ, 15-ാം വാക്യം തൊട്ടുണ്ട്. ഇനി അടുത്തത് 18 തൊട്ട് വായിച്ചു.
അവൻ തന്റെ രാജാസനത്തിൽ ഇരിക്കുമ്പോൾ പുസ്തകത്തിൽ എഴുതിയെടുക്കണമെന്നാണോ വായിച്ചാൽ മതിയെന്നാണോ? എന്തിനാ എഴുതുന്നത്? അതിൻ്റെ അർത്ഥം പറ. ഇത് മോശയുടെ കൈ ദൈവം എങ്ങനെ എഴുതി കൊടുത്തേ? ദൈവത്തിൻ്റെ വിരലുകളാൽ. നീ ഇത് എഴുതുമ്പം ദൈവത്തിൻ്റെ വിരലുകൾ നിന്റെ ഹൃദയത്തിൽ എഴുതും കേട്ടോ. ദൈവത്തിൻ്റെ നിന്റെ ഹൃദയപ്പലകയിൽ. എന്തിനാ? ജീവകാലം മൊത്തം. വായിച്ചു ആൻറ്റി, 19-ാം വാക്യം വായിച്ചു. ഈ ന്യായപ്രമാണത്തിലെ സകല വചനങ്ങളും ചട്ടങ്ങളും അവൻ പ്രമാണിച്ച് നടന്ന് തന്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുവാൻ പഠിക്കേണ്ടതിന് അത് അവന്റെ കൈവശം ഇരിക്കുകയും അവന്റെ ഹൃദയം സഹോദരന്മാർ നീതി അഹങ്കരിച്ചുയരാതെയും അവൻ കൽപ്പന വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെയും ഇരിക്കേണ്ടതിനും അവനും അവന്റെ പുത്രന്മാരും ഇസ്രായേലിന്റെ ഇടയിൽ ദീർഘകാലം രാജ്യഭാരം ചെയ്യേണ്ടതിനുമായി അവൻ തന്റെ ആയുഷ്കാലം ഒക്കെയും അത് വായിക്കുകയും. നിങ്ങൾ പറ, രാജാവായിട്ടിരിക്കുമ്പോൾ ഇതിന് സമയം കിട്ടുമോ? ബിസിയല്ലേ? നീ യഹോവയുടെ വചനം പ്രമാണിച്ചാൽ. അപ്പം പ്രമാണങ്ങൾ ആരുടെ ഹൃദയത്തിലുണ്ട്? ദാവീദ് രാജാവിൻ്റെ ഹൃദയത്തിലുണ്ടോ? നിങ്ങളൊന്ന് പറഞ്ഞേ, മനസ്സിലാകുന്നുണ്ടെങ്കിൽ. ഉണ്ടോ ദൈവമക്കളെ? ഉണ്ട്. ദൈവത്തിൻ്റെ, ഞാൻ നിങ്ങളുടെ ഇടയിൽ ശത്രുവിനെ അയക്കുമ്പം അത് പാപ നിമിത്തമാണെന്ന് അല്ലെങ്കിൽ എവിടെയെങ്കിലും തെറ്റ് നിമിത്തമാണെന്ന് ആർക്ക് തിരിച്ചറിയാൻ പറ്റും? പ്രമാണം ഉള്ളിലുള്ളവൻ അറിയാം. ഇത് ചുമ്മാതെ കയറി വന്നതല്ല. ഇതെവിടെയോ കാരണമുണ്ട് കയറി വരാൻ. നിങ്ങൾ ചിന്തിച്ചോ? ഈ പ്രശ്നം കയറി വരാൻ കളറ് മാറിയതായിരിക്കാം, വേഷം മാറിയതായിരിക്കാം, രൂപം മാറിയതായിരിക്കാം, പല രീതിയിലാണ്. ഒരു രോഗത്തിൻ്റെ കെയർ ഓഫിലായിരിക്കാം, ക്ഷാമത്തിൻ്റെ കെയർ ഓഫിലായിരിക്കാം, നഷ്ടങ്ങളുടെ കെയർ ഓഫിലായിരിക്കാം, പല രീതികളിലായിരിക്കാം കയറി വന്നു. ദാവീദ് ദൈവത്തോട് ആലോചന വെച്ചപ്പോൾ ദൈവം പറഞ്ഞു കൊടുത്തു, നിന്റെ നിമിത്തമല്ല. ആരുടെ നിമിത്തം? ശൗൽ ആ ഗിബയോന്യരെ കൊല്ലുക കൊണ്ടാന്ന് പറഞ്ഞു. ഗിബയോന്യരെ കൊല്ലുക. അപ്പൊ ഗിബയോന്യരെ കൊന്നാൽ അതിന്റെ പ്രമാണം എന്തുവാന്ന് ആർക്കറിഞ്ഞിരിക്കണം? പറഞ്ഞോ? നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ ഓർത്തോണേ, റിപ്പീറ്റ് ചെയ്യുന്ന അത്ര സമയം പോവാ. അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞോ, ആരറിഞ്ഞിരിക്കണം? അയ്യാ, ഐ യു ഗെറ്റിംഗ്? അയ്യാ, ദാവീദ് അറിഞ്ഞിരിക്കണം. ദാവീദ് നേരെ ഗിബയോന്യരുടെ അടുക്കൽ വെച്ചു പിടിച്ചു. ദാവീദ് നേരെ ഗിബയോന്യരുടെ അടുക്കൽ വെച്ചു. ഗിബയോന്യരെ, നിങ്ങൾ യഹോവയുടെ അവകാശത്തെ അനുഗ്രഹിക്കേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം? എന്ത് പ്രതിശാന്തി ചെയ്തു തരണമെന്നാണ്. പ്രതിശാന്തി. ആരാ ഗിബയോന്യർ? ഗിബയോന്യർ അമോര്യരുടെ ഇടയിൽ ശേഷിച്ചവരാണ്. യോശുവയുടെ കാലത്ത് ഇസ്രായേൽ മക്കൾ കൊന്നുകളയുമോ എന്നോർത്ത് അവരൊരു തന്ത്രം പ്രയോഗിച്ച് ഇസ്രായേൽ മക്കളുടെ ഇടയ്ക്ക് കയറിയതാണ്. അറിയാതെ കവനന്റ് ചെയ്തു പോയി. പൂത്ത അപ്പവും അല്ലേ അതൊക്കെ കഴിച്ച് പൂത്ത ചെരുപ്പും ചാക്കുശീലയൊക്കെ ഇട്ട് ദൂരേന്ന് വരുന്നവരാണെന്ന് പറഞ്ഞു. ദൂരേന്ന് വന്നവരല്ല, അവര് ഇസ്രായേൽ മക്കൾ തൊട്ടടുക്കലുണ്ടായിരുന്നതാണ്. കവനന്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി ഇവർ ഇന്ന് അമോര്യരുടെ ഇടയിൽ ശേഷിച്ചവരാണ്. അവരോട് കവനന്റ് ചെയ്തു പോയി. അവിടെ പറഞ്ഞു, യോശുവയുടെ സങ്കടത്തിൽ പറഞ്ഞു, നിങ്ങളോട് കവനന്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ഇനി നിങ്ങളെ കൊല്ലാൻ പറ്റത്തില്ല. പക്ഷെ ഞങ്ങളുടെ ഇടയിൽ പാർത്തു. വെള്ളം കോരുന്നവരും യഹോവയുടെ ആലയത്തിൽ വെള്ളം കോരുന്നവരും വിറക് കീറുന്നവരെ താമസോളാം. ഇവരെ ശൗൽ ഒരിക്കൽ കവനന്റ് ഉണ്ടോ? കവനന്റ് ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. ഈ പ്രമാണങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? കവനന്റ് ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. കവനന്റ് തെറ്റിച്ചാൽ ശിക്ഷയുണ്ട്. ചില്ലറ കാര്യമില്ല. ശിക്ഷ എവിടെ നിന്നാണ് കിട്ടുന്നത്? ദൈവത്തിൽ നിന്ന് കിട്ടും. നെവർ ബ്രേക്ക് ദി കവനൻസ്. ദാവീദ് രാജാവ്, നിങ്ങൾക്ക് ഈ പ്രമാണം അറിയാം. എൻ്റെ ദൈവങ്ങളെ, എനിക്ക് ഈ പ്രമാണം അറിയത്തില്ലായിരുന്നു. എനിക്കിത് അറിയത്തില്ല. പക്ഷെ വേർഡ് ദൈവം മനസ്സിലാക്കി തന്നപ്പോഴാണ് കേട്ടോ. അവൻ ദാവീദ് രാജാവ് ചോദിക്കുന്ന ചോദ്യം എന്തോ? ഗിബയോന്യരെ, നിങ്ങൾ യഹോവയുടെ അനുഗ്രഹത്തെ നിങ്ങളുടെ യഹോവയുടെ അവകാശത്തെ അനുഗ്രഹിക്കേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് എന്ത് പ്രതിശാന്തി ചെയ്തു തരണമെന്ന്. നിങ്ങളുടെ ലൈഫിൽ നോക്കിയ ശൗല് ചെയ്തതിന് ദാവീദ് പ്രതിശാന്തി ചെയ്യോ? ശൗല് മരിച്ചു പോയില്ലേ? അതോടുകൂടെ പ്രശ്നം തീർന്നു പോയില്ലേ? നമ്മുടെ ആൾക്കാരുടെ ചിന്ത അതാ. വല്യപ്പന്മാര് മരിച്ചുപോയി, അതുകൊണ്ട് ഇനി ഒരു പ്രശ്നമില്ല. ആ മരണത്തോടുകൂടെ ഇനി മരിച്ചവരുടെ പാപത്തിൽ ഒരു പ്രശ്നമില്ല.
പഴയ നിയമത്തിൽ അങ്ങനെ, പഴയ നിയമത്തിലാണ് ഇതൊക്കെ ഉള്ളത് എൻ്റെ പൊന്നെ. പഴയ നിയമത്തിൽ. ആ പുതിയ നിയമത്തിൽ എഴുതി വെച്ചേക്കും അബ്രഹാമിൻ്റെ അനുഗ്രഹം. മരിച്ചു പോയില്ലേ അബ്രഹാം? ക്രിസ്തുവേശുവിൽ ആർക്ക് വരും? ജാതികൾക്ക് വരും. അബ്രഹാമിൻ്റെ അനുഗ്രഹം. അബ്രഹാം മരിച്ചു പോയില്ലയോ? അതുകൊണ്ട് കെട്ടുപോയിട്ടില്ല അനുഗ്രഹം. അവിടെ കൊണ്ട് തീർന്നു പോയിട്ടില്ല അനുഗ്രഹം. നിന്റെ സന്തതികളിലേക്ക് അത് വരും. നമ്മുടെ ലൈഫിലേക്ക് അബ്രഹാമിൻ്റെ അനുഗ്രഹം വരും. ഏത് അബ്രഹാമാ? ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് വരും. എന്തു അനുഗ്രഹം? നിന്നാൽ ഭൂമിയിലുള്ള സകല ജാതികളും, അയ്യോ നിങ്ങളത് ഉരുവിട്, അനുഗ്രഹിക്കപ്പെടും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ. ഈ അനുഗ്രഹം നമുക്ക് വരാൻ യോഗ്യതയില്ല. നമ്മൾക്ക് കിട്ടിയത് യേശുവിൽ കൂടെയാ. ആണോ? അബ്രഹാമിന്റെ അനുഗ്രഹം നമുക്ക് എങ്ങനെ കിട്ടിയത്? യേശുവിൽ കൂടെ. അപ്പം അബ്രഹാമിന്റെ അനുഗ്രഹം വരും, പക്ഷെ ശാപം വരുമോ? പിതാക്കന്മാർ ചെയ്തത്. ശൗല് മരിച്ചുപോയി. ഗിബിയോനോട് എന്ത് പ്രതിശാന്തി ചെയ്യണമെന്നും എന്ത് അറ്റോൺമെന്റ് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ അവർക്ക് കാര്യം പിടുത്തം കിട്ടി. ദാവീദ് വന്ന് ചോദിക്കുന്നവർ പറഞ്ഞു, അവർ പറഞ്ഞു ആ ബൈബിളിലെ വാക്യം എല്ലാ അധ്യായത്തിലുണ്ട്. പറഞ്ഞു, ദാവീദേ, യെശയ്യായുടെ പുത്ര, നിന്നോട് ഞങ്ങൾക്ക് കുഴപ്പമില്ല, നീ ഞങ്ങളെ ഉപദ്രവിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങളെ ആ ശൗലാണ് ഉപദ്രവിച്ച്, ഞങ്ങളെ മുടിച്ചു കളയാൻ, കൊന്നുകളയാൻ അവൻ ഞങ്ങളെ കൊന്നുകളയും. പക്ഷെ ഞങ്ങൾക്ക് നിങ്ങളുടെ അവകാശത്തോട് യുദ്ധമൊന്നുമില്ല. പക്ഷെ ഞങ്ങളെ കൊന്നുകളയാൻ പിടിച്ച ആ ശൗലിൻ്റെ 7 മക്കളെ ഞങ്ങൾക്ക് പിടിച്ച് തരണം, അവരെ കൊന്നുകളയേണ്ടതിന്. ഞങ്ങളുടെ കടം അങ്ങനെ ഞങ്ങൾ വീട്ടിക്കോളാം. എൻ്റെ ചോദ്യം ബ്രദറെ, ഏതെങ്കിലും രാജാവ് തൻ്റെ പ്രജകളെ പിടിച്ച് ശത്രുവിന് കൊടുക്കുമോ? നിങ്ങളൊന്ന് പറഞ്ഞേ. ഏതെങ്കിലും രാജാവ് സ്വന്തം പ്രജകളെ പിടിച്ച് ശത്രുവിന് കൊടുക്കുമോ? പിന്നെ എന്തിന് ദാവീദ് രാജാവ് പിടിച്ചു കൊടുത്തു? 7 മക്കളെ പിടിച്ചു കൊടുത്തു. അല്ല, ചുമ്മാ പിടിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അതിന് ലോ വേണം. അതിനെന്ത് വേണം? ലോ വേണം. അവർ ചോദിച്ചു, ചോദിച്ചതിന് വരെ ഞാനും കൊടുത്തു. അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. അതിൻ്റെ പിന്നിൽ ലോ വേണം. ദൈവവചനത്തിൻ്റെ ലോ വേണം. എന്തോ ദൈവവചനത്തിൻ്റെ ലോ? ലേവ്യ പുസ്തകത്തിൽ കിടപ്പുണ്ട്. നിന്റെ ദേശത്ത് രക്തം വീഴിക്കരുത്. നിന്റെ ദേശത്ത് അകാരണമായോ ആരുടെയെങ്കിലും രക്തം വീഴിച്ചാൽ ആ ദേശം മണ്ണ് ശപിക്കപ്പെടും. അപ്പം ദേശം ശപിക്കപ്പെട്ടത് കൊണ്ടാണോ ക്ഷാമം വന്നേ? രക്തമാണോ വീണേ? ഇനിയും ആ രക്തം വീഴിച്ചാൽ അതിനുള്ള പ്രതിശാന്തി, രക്തം വീഴിച്ചവന്റെ രക്തം അവിടെ വീഴിക്കണം. കാരണം പഴയ നിയമത്തിലെ പ്രമാണം കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. അങ്ങനായിരുന്നു പഴയ നിയമത്തിൻ്റെ പ്രമാണം. പുതിയ നിയമത്തിൽ അങ്ങനെ അല്ല. ഒരാളെ വെട്ടിക്കൊന്നു, ഈ പുള്ളി മരിച്ചു. ഇനി അതിനുള്ള പ്രതിശാന്തി എന്തോ? ദേശത്ത് രക്തം കിടന്ന് നിലവിളിക്കുക. അതിനുള്ള പ്രതിശാന്തി എന്തുവാ? ഈ വീഴിച്ചവൻ അവൻ അതിൻ്റെ കോൺസിക്വൻസ് അനുഭവിക്കണം. അവനും അവൻ്റെ മക്കളും അനുഭവിക്കണം. ദാവീദ് രാജാവിന് ലേവ്യ പുസ്തകത്തിലെ പ്രമാണം അറിയാം. അതുകൊണ്ട് ശൗലിൻ്റെ 7 മക്കളെ, അപ്പൊ ദാവീദ് ചെയ്തപ്പോൾ വളരെ സൂക്ഷിച്ചാ ചെയ്തേ. യോനാഥാന്റെ മക്കളെ പിടിച്ചു കൊടുത്തില്ല. എന്താ കൊടുക്കാതിരുന്നേ? അല്ല, യോനാഥാനും ദാവീദുമായിട്ട് കവനനുണ്ട്. നിങ്ങൾക്ക് വല്ല പിടുത്തം കിട്ടുന്നുണ്ടോ? ദാവീദും യോനാഥാനും കൂടെ എന്തോ ഉണ്ട്? കവനനുണ്ട്. കേട്ടോ, ബൈബിൾ ഇന്ന് വരെ കേട്ടേക്കുന്ന നിങ്ങൾ പോരാട്ടം മാത്രമായിരുന്നു. ഇങ്ങനൊക്കെ ദൈവത്തിൻ്റെ വചനം ലോയാ. ഇത് പീനൽ കോഡ് പോലെ പഠിക്കേണ്ടിയ ലോയാ യഹോവയുടെ വചനം. കേട്ടോ, ഭയങ്കര മിസ്റ്ററിയാ, സ്പിരിച്വൽ ലോയാ. ദാവീദ് യോനാഥാന്റെ മക്കളെ പിടിച്ചു കൊടുത്തില്ല. എന്താ കൊടുക്കാഞ്ഞേ? ആര് തമ്മിൽ കവനനുണ്ട്? ഇതെല്ലാം ചെക്ക് ചെയ്യണം. ചെക്ക് ലിസ്റ്റ് എല്ലാം ചെക്ക് ചെയ്യണം. കൊടുത്തില്ല. യോനാഥാന്റെ മക്കളെ ഒഴിച്ച് ദാവീദ് രാജാവ് ശൗലിൻ്റെ 7 മക്കളെ പിടിച്ചു കൊടുത്തു.
അത് വളരെ ചിന്തിച്ച് പഠിക്കാമെങ്കിൽ വളരെ വയസ്സായിട്ടാണ് ചെയ്തത് പുള്ളി. ഭയങ്കര വയസ്സായിട്ടാണ് ചെയ്തത്. ദാവീദ് രാജാവിൻ്റെ ശൗൽ രാജാവിൻ്റെ മകൾ, അവിടെ എഴുതിയിട്ടുണ്ട് ആരെയൊക്കെ പിടിച്ചു കൊടുത്തതെന്ന്. അദ്രിയേലിന് ജനിച്ച 5 മക്കളെ, മീഖളിനോ ജനിച്ച 5 മക്കളെ ദാവീദിന് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞൊരു പെങ്കൊച്ചിനെ വെച്ചിട്ടുണ്ടായിരുന്നു. മൂത്ത മോളെ മേരബിനെ, മേരബാണോ ആ കൊച്ചിനെ വേറൊരു കല്യാണം കഴിച്ചു കൊടുത്തു. പുള്ളി ഈ കൂട്ടത്തിൽ ആ പകയും കൂടെ വീട്ടിൽ കാണും. അവിടെ എഴുതിയിട്ടുണ്ട് ആരെയൊക്കെ കൊടുത്തത്. പോട്ടെ, 7 മക്കളെ പിടിച്ചു കൊടുത്തു. 7 മക്കളെ കൊന്നു. ഗിബിയോനിയർ കൊന്നു കളഞ്ഞു. നിങ്ങൾ അടുത്ത വാക്യം വായിച്ച്, അതിൻ്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. എന്നിട്ട് ശൗലിൻ്റെയും യോനാഥാൻ്റെയും അസ്ഥികളെ അവരെടുപ്പിച്ച് ഒരുമിച്ച് എല്ലാവരുടെ കൊണ്ടുവന്ന് തൻ്റെ അപ്പനായ കീശിൻ്റെ കല്ലറയെ കൊണ്ടുവന്ന് അടക്കി കഴിഞ്ഞപ്പോൾ എന്തു പറ്റി? എത്രാം വാക്യമാ? 14-ാമത്തെ വാക്യം. ശൗലിൻ്റെയും അവൻ്റെ മകൻ യോനാഥാൻ്റെ അസ്ഥികളെ അവർ ബെന്യാമീൻ ദേശത്ത് സേലയിൽ അവൻ്റെ അപ്പനായ കീശിൻ്റെ കല്ലറയിൽ അടക്കം ചെയ്തു. രാജാവ് കൽപ്പിച്ചതൊക്കെ അവർ ചെയ്തു. അതിനുശേഷം ദൈവം ദേശത്തിൻ്റെ പ്രാർത്ഥനയെ, അതിനുശേഷം നിങ്ങൾക്ക് വല്ല മനസ്സിലായോ? അപ്പോൾ ക്ഷാമം വന്നതിൻ്റെ പിമ്പിൽ എന്തോ ഉണ്ടായിരുന്നു? പറഞ്ഞോ, ഒരു റൂട്ട് ഉണ്ടായിരുന്നു. ഈ റൂട്ട് റിമൂവ് ചെയ്യാതെ സൊല്യൂഷൻ കിട്ടത്തില്ല. നമ്മുടെ ലൈഫിൽ റൂട്ട് വെച്ചിട്ട് നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും, മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ റൂട്ട് കീപ്പ് ചെയ്തു എന്നിട്ട് ഭയങ്കര പ്രാർത്ഥനയാണ്. നോ, യു ഹാവ് ടു റിമൂവ് യുവർ റൂട്ട്, അല്ലെങ്കിൽ ക്ലെയിം, ലീഗൽ ക്ലെയിം. ഉദാഹരണം പറയട്ടെ, പുതിയ നിയമത്തിൽ ഉദാഹരണം എടുത്ത് പറയാം. യേശു കർത്താവ് സക്കായിയുടെ വീട്ടിൽ ചെന്നു. സക്കായിക്ക് പാപബോധം ഉണ്ടായി. പുള്ളി അന്ന് തൊട്ട് വെള്ള ഷർട്ട് ഇട്ടു. കർത്താവ് അന്നേരം പറഞ്ഞോ, നല്ല ഫുഡല്ലേ യേശു കർത്താവിന് കൊടുത്തേ, ഭയങ്കര വിരുന്നല്ലേ ഒരുക്കിയേ. യേശു കർത്താവ് പറഞ്ഞോ, നീ അബ്രഹാമിൻ്റെ മകനായാൽ ഇന്ന് തൊട്ട് ഈ വീടിന് എനിക്ക് ഫുഡ് തന്നുകൊണ്ട് സന്തോഷമാണെന്നോ കർത്താവ് പറഞ്ഞു. കർത്താവ് എന്തോ പറഞ്ഞു? സക്കായി ചെയ്തത് എന്തുവാ? സക്കായി യേശുവിൻ്റെ സാന്നിധ്യം സക്കായിയുടെ ഉള്ളിൽ പാപബോധം വരുത്തി. കാരണം വിശുദ്ധനായവനായിരുന്നു നമ്മുടെ കർത്താവ്. അവൻ്റെ ഉള്ളിൽ പാപബോധം വന്നിട്ട് കുത്തലുണ്ടായി. എന്നിട്ട് അവൻ ലേവ്യ പുസ്തകത്തിലെ പ്രമാണം പറയുന്നത്, ഞാൻ വല്ലതും ചതിവായി മേടിച്ചിട്ടുണ്ടെങ്കിൽ, ചതിച്ച് മേടിച്ചാൽ എത്ര ഇരട്ടി കൊടുക്കണമെന്നാ? 4 ഇരട്ടി. ചതിച്ച് മേടിച്ചാൽ എത്ര ഇരട്ടി കൊടുക്കണം? 4 ഇരട്ടി. അതാ ബൈബിളിലെ പ്രമാണം കേട്ടോ. ബൈബിൾ ഓരോന്നിനും പ്രമാണമുണ്ട്. ചതിക്കരുത്. ആടിനെ മോഷ്ടിച്ചാൽ അതിന് പ്രമാണം, കാളയെ മോഷ്ടിച്ചാൽ വേറെ പ്രമാണം, മോഷ്ടിച്ചവനുള്ളത് വേറെ പ്രമാണം, പകല് മോഷ്ടിച്ചാൽ, വിശന്നിട്ട് മോഷ്ടിച്ചാൽ അതിൻ്റെ പ്രമാണം വേറെ. ഇനിയും ചതിച്ചു മേടിച്ചാൽ ഇതിനെല്ലാം പ്രമാണം. ദശാംശം മോഷ്ടിച്ചാൽ ഇതിനൊക്കെ പ്രമാണം എന്തോ? എല്ലാം ദൈവം നിയമം അനുസരിച്ചാണ് ദൈവം ചെയ്യുന്നത്. ദൈവം നിയമം അനുസരിച്ചാണ് ചെയ്യുന്നത്. സക്കായി പറയുന്ന വേർഡ് എന്തുവാ? കർത്താവേ, ഞാൻ വല്ലതും ചതിവായി മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 4 ഇരട്ടി മടക്കി കൊടുക്കാമെന്ന്. അത് മടക്കി അവൻ കൊടുത്തു. അവിടെ വന്നിരിക്കുന്ന ദരിദ്രന്മാർക്ക് അവൻ മേടിച്ചത് കൊടുത്തു. അന്നേരം കർത്താവ്, ഇവനും അബ്രഹാമിൻ്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് ലക്ഷ്യവും. സക്കായി അത് ചെയ്യാതെ പോയി മാനസാന്തരപ്പെട്ടു കഴിഞ്ഞാൽ ഇതെല്ലാം ചെയ്യും. പോയി സ്നാനപ്പെട്ടു. മാനസാന്തരപ്പെടാതെ പുള്ളി പോയി സ്നാനപ്പെട്ടു, വെള്ള ഷർട്ട് ഇട്ടു. നിങ്ങൾ പറ, ദൈവം അവനോട് ക്ഷമിക്കുകയോ ഇല്ലയോ? കൈ മേടിച്ചത് ഒത്തിരി ഇരിക്കുക. മനുഷ്യനെ കളിപ്പിച്ചതും ചതിച്ചതും വഞ്ചിച്ചതും കള്ളത്തരത്തിൽ മേടിച്ചതും എല്ലാം കയ്യിലിരിക്കുക. ടെൽ മീ, പറഞ്ഞോ, നിങ്ങളെന്തോ പറ്റി മിണ്ടാതെ? നമ്മുടെ ലൈഫിൽ ദൈവസന്നിധിയിൽ അടുക്ക വരുമ്പോൾ നമ്മുടെ ഹൃദയം, നമ്മുടെ കൈകൾ ശുദ്ധമായിരിക്കണം. ഹൃദയം ശുദ്ധമായിരിക്കണം. ആരോടും ഒരു തരത്തിലും നമ്മുടെ ലൈഫിൽ ഒരു ക്ലെയിം കിടക്കരുത്.
സ്നേഹമല്ലാതെ മറ്റൊരു ഒന്നിനും കടംപെട്ടവരാകരുത് കേട്ടോ. സ്നേഹത്താലല്ലാതെ മറ്റൊന്നിനും കടംപെട്ടവർ. പൈസ മേടിച്ചോ തിരിച്ചു കൊടുക്കണം. ഒരാളെ ഉപദ്രവിച്ചോ പോയി ക്ഷമ ചോദിക്കണം. ഒരാളെ എന്തെങ്കിലും മോഷ്ടിക്കരുത്. അല്ലെങ്കിൽ അത് തിരിച്ചു കൊണ്ട് കൊടുക്കണം, ക്ഷമ പറയണം. നിങ്ങൾ പറ, ദാവീദ് ചെയ്തോ? റൂട്ട് മാറ്റിയോ? ഇന്ന് വിശ്വാസികൾക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം കേട്ടോ എന്തോന്നറിയാം? ഞാൻ ചെയ്തു, അതിനെന്തോ, എനിക്ക് അങ്ങനെ ചെയ്തു. നോ, നിങ്ങൾ അതിൻ്റെ റൂട്ട് മാറ്റണം. ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ലീഗലൈസ്, അതിനെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കല്ലേ. നിന്റെ നന്മകൾ അടഞ്ഞു പോകും, നിന്റെ വഴികൾ അടഞ്ഞു പോകും. നീ എത്ര വിതച്ചാലും, എത്ര നീ കൊണ്ടുവന്ന് അധ്വാനിച്ചാലും നിനക്ക് ഫലം കിട്ടത്തില്ല. അത് നിന്റെ തലമുറയിൽ തന്നെയല്ല, നീ നിന്റെ തലമുറകളിലേക്കും കൂടി ഇത് കൈമാറുക. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ സ്വത്തലാച്ചു പോകും, പക്ഷെ പറഞ്ഞാലേ പറ്റൂ കേട്ടോ. നിന്റെ തലമുറകളിലേക്കും കൂടെ നീ എന്തെടുക്കുക? കൈമാറുക. നിങ്ങൾ സ്പിരിച്വലി, ലീഗലി ദൈവസന്നിധിയിൽ വിശുദ്ധരാകാൻ ശ്രമിക്കുക. വിശുദ്ധരാകാൻ റൂട്ട് മാറ്റണം. ചില ആൾക്കാർ മോഷ്ടിച്ചു കൊണ്ടുവരുന്ന പണം 1000 രൂപ പള്ളി സ്വത്രാഴ്ച ഇട്ടാൽ മതിയല്ലോ, പിന്നെ തീർന്നില്ലേ കടം. നോ, നിന്റെ സ്വത്രാഴ്ചയെ വേണ്ട കേട്ടോ. ഞാൻ ഇവിടെ ഇരിക്കുന്നതല്ല പറയുന്നത്, ജനറലി പറയാം. ബ്രൈബ് ചെയ്യുന്ന മണി എന്തുവാണ് പറയുന്നത്? കൈക്കൂലി മേടിക്കുന്ന പൈസ, ചതിച്ചുണ്ടാക്കുന്ന പൈസ ആലയത്തിൽ കൊണ്ട് കൊടുത്താൽ മതിയല്ലോ. അന്യായമായിട്ടുണ്ടാക്കരുത് പണം. റൂട്ട് മാറ്റിയാലേ പറ്റത്തുള്ളൂ. നമുക്ക് ഇന്ന് ഇവിടം കൊണ്ട് നിർത്താം. എന്തുകൊണ്ട് 3 സംവത്സരം ക്ഷാമം വന്നു? 3 സംവത്സരം ക്ഷാമം വന്നു. എന്തുവായിരുന്നു? ക്ഷാമം വരുമ്പം ഇറിഗേഷൻ അല്ലയോ ചെയ്യേണ്ടിയ? നമ്മുടെ ബുദ്ധി നമുക്ക് തോന്നുന്നത് എന്തുവാ? ക്ഷാമം വരുമ്പോൾ ഇറിഗേഷൻ. നമ്മൾ 1 വർഷം ഇറിഗേഷൻ ചെയ്യാൻ പോയി, അതിൻ്റെ പുറകെ 5 വർഷം അങ്ങ് പോയി കെട്ടി. 2ാം വർഷം ഇറിഗേഷൻ ചെയ്തിട്ട് ക്ഷാമം പോകുന്നില്ല. നമ്മൾ അന്നേരം ഓർത്തു ഈ കൃഷിക്കാരെ ഒന്ന് മാറ്റി നോക്കാം. അടുത്തൊരു 4-5 വർഷം പോയി കിട്ടി. അത് കഴിഞ്ഞപ്പം പിന്നെ അടുത്ത വർഷം ക്ഷാമം. അവസാനം നമ്മൾ എല്ലാവരോടും ദേഷ്യമാവും. നിങ്ങളൊക്കെ കൃഷി ചെയ്തതിൻ്റെ പ്രശ്നമാണ്, നിങ്ങളൊക്കെ അത് പ്രോപ്പർലി ചെയ്യാഞ്ഞിട്ടാണ് പ്രശ്നം. പിന്നെ നമുക്ക് ആൾക്കാരോട് എടാ ഇതിൻ്റെ റൂട്ട് അതല്ല, നീ നിൻ്റെ ബുദ്ധി അനുസരിച്ചാണ് പോയെ. റൂട്ട് എന്തുവാ? നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടാതിരിക്കാനുള്ള റൂട്ട് എന്തുവാ? പലരുടെയും ലൈഫിൽ ഒത്തിരി തെറ്റിദ്ധാരണകളും കയറിയിരിക്കുക. ഞാനിത് എൻ്റെ സഭയിലിരിക്കുന്ന ദൈവം എനിക്ക് തന്ന ദൈവമക്കളോട് മാത്രമല്ല സംസാരിക്കുന്നത് കേട്ടോ. പലരുടെയും ചിന്തയ്ക്കകത്ത് കയറി കിടക്കുന്നത് പിതാക്കന്മാർ ചെയ്തൊക്കെ കഴിഞ്ഞു, മാതാക്കൾ ചെയ്തൊക്കെ കഴിഞ്ഞു, അവർ മരിച്ചു പോയില്ലേ, അതുകൊണ്ട് അതിനൊന്നും ഇനി ഞങ്ങൾക്ക് ആരാണ്ടൊക്കെ പഠിപ്പിച്ചു പിതാക്കന്മാരുടെ ഒരു കാര്യവും ഞങ്ങളുടെ മേൽ വരത്തില്ലെന്ന്. ബൈബിള് പഠിച്ചാൽ കാണാം 4 തലമുറ മുമ്പുള്ള 5 തലമുറ മുമ്പുള്ള ലേവ്യ പുസ്തകത്തിലെ ദൈവത്തിൻ്റെ പ്രമാണമാണ് പിതാക്കന്മാരുടെ അകൃത്യം ഏറ്റുപറഞ്ഞെന്ന്. ദാനിയേൽ ഏറ്റുപറഞ്ഞു പിതാക്കന്മാരുടെ അകൃത്യം, പ്രഭുക്കന്മാരുടെ അകൃത്യം. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ വല്ല? ദാനിയേൽ 9 കിടപ്പുണ്ട്. പിതാക്കന്മാരുടെ അകൃത്യം. അത് എവിടുത്തെ പ്രമാണമാണ്? ലേവ്യ പുസ്തകത്തിലെ പ്രമാണമാണ്. ആരൊക്കെയോ പഠിപ്പിച്ചു പിതാക്കന്മാരുടെ ഒന്നും ഒരു കുഴപ്പമില്ല, പിതാക്കന്മാരും മാതാക്കളും ചെയ്ത്. പക്ഷേ ഡോക്ടർമാരുടെ അടുക്ക ചെന്നാൽ ചോദിച്ചു, ഡോക്ടർമാർ ചോദിക്കും നിന്റെ പിതാവിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടോ? ആ വല്യപ്പൻ മരിച്ചുപോയി. വല്യപ്പന്മാർക്ക് ആരുടെക്കെങ്കിലും ഹാർട്ട് അറ്റാക്ക് ഉണ്ടോ, ക്യാൻസർ ഉണ്ടോ, ഹെറിറ്ററി സിക്നസ്സോ? സാറേ അവരെല്ലാം മരിച്ചുപോയി സാറേ, അവരെല്ലാം മരിച്ചുപോയി സാറേ. ഇൻഷുറൻസ് കമ്പനിയുടെ അടുക്ക ചെല്ലുമ്പോൾ അവർ ചോദിക്കും, എന്തെങ്കിലും ഇൻഷുറൻസ് എടുക്കാൻ ചെല്ലുമ്പോൾ ചോദിക്കുമോ
അവരെല്ലാം മരിച്ചുപോയി സാറേ. എടാ നീ ചുമ്മാതിരി, നിന്റെ ഈ ആത്മീയത കൊണ്ട് നിന്റെ മണ്ട കുരുടായിപ്പോയി, അടച്ചു കളഞ്ഞു പിശാച്. ചിലയിടത്ത് വെളിച്ചം പിശാച് വചനം കൊണ്ട് തന്നെ വന്ന് നിന്നെ അടച്ചു കളഞ്ഞു. നീ താഴ്മയോടെ വിനയത്തോടെ വചനം പഠിച്ചില്ല, അതുകൊണ്ട് നിന്റെ വീട്ടിൽ നിന്ന് പ്രോബ്ലം മാറുന്നില്ല. ആ റൂട്ട് കിടക്കുക. പിശാചിന് റൂട്ട് വെളിപ്പെടുത്തുന്നത് അവന് ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ചോദിച്ചോട്ടെ, പ്രോബ്ലം നമുക്ക് വരുന്നത് ഇപ്പം തുറന്നിട്ടേക്കുന്ന വാതിൽ, ഇവിടെ വാതിൽ തുറന്നിട്ടേക്കാം എന്ന് വെച്ചോ, ഇവിടെ വാതിൽ തുറന്നിട്ടേക്കാം. പിശാച് ഒരിക്കലും ഇതുവഴിയെ കയറി വന്ന് നാം പറയത്തില്ല. നമ്മളെ ബാക്കിയുള്ള ദേശം മൊത്തം ഇട്ട് ഓടിക്കും, ഇരുട്ടിക്കിടന്ന് തപ്പിത്തടയിപ്പിക്കും. പക്ഷെ ദൈവം മാത്രമേ കറക്റ്റ്. ദൈവത്തോട് ദാവീദ് പോയി ദൈവത്തോട് ചോദിച്ചോ, ദൈവം കറക്റ്റ് റൂട്ട് പറഞ്ഞു കൊടുത്തോ? പിശാച് ഒരിക്കലും വെളിപ്പെടുത്തി കൊടുത്തരത്തില്ല അല്ലേ? നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്ക ചെന്ന്, ദൈവമേ എൻ്റെ അനുഗ്രഹത്തിന്, എൻ്റെ കുഞ്ഞുങ്ങളുടെ ലൈഫിൽ, എൻ്റെ ഉയർച്ചയ്ക്ക്, എൻ്റെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന എന്താ, അങ്ങെന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കാം. ഒരു താഴ്മയുള്ള ഒരു മനോഭാവം. ദൈവം എന്താ കാരണം? അങ്ങയുടെ വചനം പറയുന്നു, ഞാൻ വാലല്ല തലയാകും, ഞാൻ അനുഗ്രഹിക്കപ്പെടും, ഞാൻ ഉയർച്ചപ്പെടും. എൻ്റെ ആത്മീയം കീഴ്ഗതിയല്ല, എൻ്റെ ആത്മീയം മേലോട്ട് ഉയരും. പക്ഷെ എന്നിട്ട് എന്തോ ഉയർന്നു? 10 പേരുടെ മുമ്പിൽ ഇന്ന് പ്രസംഗിക്കുന്നതല്ല ആത്മീയം. 1-2 രാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്നതല്ല ആത്മീയം. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ മെച്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ ദൈവത്തോടും ദൈവത്തിൻ്റെ വിശുദ്ധിയോടും കൂടുതൽ അടുക്കാൻ നീ ശ്രമിക്കുന്നതാണ്. അവിടെയാണ് സ്പിരിച്വൽ മെച്യൂരിറ്റി. നീ ദൈവത്തോട് കൂടുതൽ അടുക്കുക. 2, അവൻ്റെ വിശുദ്ധിയോട് കൂടുതൽ അടുക്കുക. നിന്നെ തന്നെ കുറയ്ക്കുക. ആണോ? വചനം തന്നെയാണ്. റൂട്ട് മാറ്റണം. നിങ്ങൾക്കിത് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? എന്തുകൊണ്ട് പലരുടെ ലൈഫിലും വഴികൾ തുറക്കുന്നില്ല? പ്രാർത്ഥിച്ചു, ചിലർക്ക് പൈസ ഉണ്ട്, എന്നിട്ട് വഴി തുറക്കുന്നില്ല. There is no opening. There is no openings. വഴിയില്ല, ഡോറില്ല, ഓപ്പണിങ്സ് ഇല്ല. അവരെത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. അത് സാമ്പത്തികത്തിലായിരിക്കാം, വിദ്യാഭ്യാസത്തിലായിരിക്കാം, റിലേഷൻഷിപ്പിലായിരിക്കാം, ഒരു ജോലിയിലായിരിക്കാം, ബിസിനസ്സിലായിരിക്കാം, വീട്ടിലായിരിക്കാം, ശുശ്രൂഷയിലായിരിക്കാം, എവിടെ ആകട്ടെ അവർക്ക് ഉയർച്ചയില്ല. പിന്നെ അതേ ഗതിയിൽ. എന്താ റീസൺ? എന്തെങ്കിലും റൂട്ട് കാണുമോ? പറഞ്ഞു, ഇത് മാറ്റണം. നിങ്ങൾ റൂട്ട് മാറ്റിയാൽ ദേശത്തെ ദൈവം അനുഗ്രഹിക്കും. നിങ്ങൾക്കിപ്പോൾ ക്ലിയർ ആയോ? ഇതൊരു വലിയ വിഷയമാണ്. ഞാൻ ജനറേഷണൽ പ്രോബ്ലങ്ങൾ പഠിപ്പിക്കുമ്പോൾ, ബ്രേക്കിംഗ് ദ ജനറേഷണൽ പ്രോബ്ലം എന്നുള്ള വിഷയം പഠിപ്പിക്കുമ്പം, ഇത് റൂട്ട് എന്ന് പറയുന്ന ഇതിൻ്റെ ഇങ്ങനത്തെ 3-4 വിഷയങ്ങൾ ബൈബിളിൽ കിടപ്പുണ്ട്. ഇത്രല്ലേ അത് ഞാൻ എടുത്ത് പഠിപ്പിക്കാറുണ്ട്. എന്നിട്ട് ഞാൻ പഠിപ്പിക്കും ജനറേഷണൽ പ്രോബ്ലങ്ങൾ. ഇത് കഴിഞ്ഞിട്ട് ദൈവം അനുവദിച്ചാൽ നമ്മുടെ ചർച്ച നമുക്ക് ക്ലാസ് എടുക്കാം. നിങ്ങൾക്കെല്ലാം ഒരു വിടുതലാകട്ടെ. കാരണം ആദ്യം പ്രൊട്ടക്ഷൻ ഇമ്പോർട്ടൻ്റ്. പ്രൊട്ടക്ഷൻ. അതോടുകൂടെ ദൈവസഭയ്ക്കകത്ത് അനേക ദൈവമക്കളെ ദൈവം അതിന് മുമ്പേ കൊണ്ടുവരട്ടെ. ഞാൻ അതുകൂടെ പ്രാർത്ഥിക്കുക. കൊണ്ടുവരട്ടെ. ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വചനം പഠിക്കാൻ, വചനത്തിൽ വളരാൻ. എനിക്ക് വേണേൽ പ്രസംഗിച്ചിട്ട് പ്രസംഗിക്കാം. നിങ്ങൾ നല്ല ബഹളം ഉണ്ടാക്കി നല്ല ഒരു 2000 രൂപ കൊടുത്ത് മ്യൂസിക് കൂടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സാധനങ്ങളെല്ലാം ഉണ്ട് താനും. ഭയങ്കര പ്രസംഗിക്കാം. പക്ഷേ 2 വർഷം കഴിയുമ്പോൾ നിങ്ങൾ അതേ പ്രോബ്ലത്തിൽ നിങ്ങൾ അത് അന്നേരം ഇരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും വിടുതലുണ്ടോ? ഒരു വിടുതലുമില്ല. നിങ്ങൾ അന്നേരവും പണ്ട് ഓടിച്ചുകൊണ്ടിരുന്നതിനെ ഒന്നി നിങ്ങൾ ഓടിക്കുന്നു, അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചുകൊണ്ടിരിക്കും. ഇത്രേ ഉള്ളൂ. പക്ഷേ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പലയിടത്തും വെളിച്ചം കിട്ടുക. എടാ, ചില പ്രശ്നങ്ങളുടെ മുമ്പിൽ റൂട്ടുണ്ടല്ലോ. ഇതുകൊണ്ട് ഇവിടെ പേര് ചോദിച്ചു, ഇവിടെ കാരണം ഉണ്ടായിരുന്നു, ഓപ്പണിംഗ് ഉണ്ടായിരുന്നു, ഇവിടെ കാര്യങ്ങളെ മാറ്റിക്കൊടുത്തു. ഇതുകൊണ്ട് പഠിക്കുക. ഇത് നിങ്ങൾ ഒരു പക്ഷേ ഇത് ഇന്ന് വരെ കേട്ട് കാണത്തില്ല.
കേട്ടിട്ടുണ്ടോ എനിക്കത് നേരത്തെ ഞാൻ എടുത്ത ക്ലാസ് അല്ലാതെ വേറെ ക്ലാസ് കേട്ടിട്ടുണ്ട്. നോക്കി, ഇത് ദൈവം മനസ്സിലാക്കി തരുന്നു. നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ എന്തു പറ്റും? ഉയരത്തില്ല. പക്ഷെ നിങ്ങളിത് പഠിക്കും തോറും നാളുകളിൽ ദൈവം നിങ്ങളെ എവിടെയെങ്കിലും ശുശ്രൂഷയ്ക്ക് അയക്കുമ്പോൾ എന്തു പറ്റും? നിങ്ങൾക്കറിയാം, കറക്റ്റ് കാര്യങ്ങളെ അറിയാം, കറക്റ്റ് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാം. നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും കൂടെ ചെയ്യുന്നവരായിരിക്കണം കേട്ടോ. എങ്കിലേ ഇതിൻ്റെ മീതെ ദൈവത്തിന് അധികാരം വെളിപ്പെടുത്തും. ദൈവത്തിന് അധികാരം. ഓപ്പണിങ്സ്. ചില വീട്ടിൽ നിന്ന് രോഗങ്ങൾ മാറണം. ചില കുഞ്ഞുങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടണം. കുടുംബജീവിതത്തിനകത്ത് വിടുതൽ നടക്കണം. ബിസിനസ്സിനകത്ത് വിടുതൽ നടക്കണം. ജീവിച്ചു പോവാം, സർവൈവ് ചെയ്ത് പോവാന്ന് പറയാം അതിൻ്റെ കേട്ടോ. ബൈബിളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്തോ പറ്റും? സർവൈവ് ചെയ്ത് പോവാം. ആരും തകരത്തില്ല. അഭിഷേകം നഷ്ടപ്പെട്ട ശൗലും എത്ര വർഷം കഴിഞ്ഞപ്പോഴാണ് പുള്ളി മരിച്ച്? എല്ലാവരും സർവൈവ് ചെയ്തു. പക്ഷെ ഒരു അറ്റാക്കിനകത്ത് പെട്ട് മരിക്കാൻ. പക്ഷെ സർവൈവ് ചെയ്ത് പോകാനല്ല ദൈവം നിന്നെ വിളിച്ചേ. നീ വാഴാനാണ് ദൈവം നിന്നെ വിളിച്ചത്. നീ വാഴാനാണ്. നീ ഒരു അനുഗ്രഹമായി തീരട്ടെ. ദൈവം ഇതിലെ നമ്മുടെ ലൈഫിൽ എവിടെയെങ്കിലും ക്ലെയിം ഉണ്ടെങ്കിൽ അത് എന്ത് ഇമോഷണൽ ക്ലെയിം ആകാം, മണിപരമായിട്ട് ഫിനാൻഷ്യൽ ക്ലെയിം ആകാം, റിലേഷൻഷിപ്പ് വഴിയുള്ള ക്ലെയിം ആകാം, സ്പിരിച്വൽ ക്ലെയിം ആകാം, ലാൻഡ് പരമായിട്ടുള്ള ക്ലെയിം ആകാം. എന്തെങ്കിലും തരത്തിലുള്ള ക്ലെയിം നമ്മുടെ മേലുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? അതിനെ റൂട്ടിന് എന്ത് കൊടുക്കണം? എന്തൊക്കെ തരത്തിൽ ക്ലെയിം കാണണം വരാം? ഫിനാൻഷ്യൽ ക്ലെയിം, മറ്റുള്ളവൻ്റെ മേടിച്ചാൽ കൊടുക്കാനുള്ളത്. 2, ഇമോഷണൽ ക്ലെയിം. ആരെയെങ്കിലും വഞ്ചിച്ചോ ചതിച്ചോ ആരെയെങ്കിലും പീഡിപ്പിക്കുവോ അല്ലെങ്കിൽ ഉപദ്രവിക്കുവോ വൈകാരികമായിട്ടുള്ള കാര്യത്തിലോ ഏതെങ്കിലും രീതികളിൽ ഇമോഷണൽ ക്ലെയിംസ് ഉണ്ടെങ്കിൽ അത് ക്ലെൻസ് ചെയ്യണം, ക്ഷമ പറയണം, പ്രതിശാന്തി ചെയ്യണം. അടുത്തത് വസ്തുപരമായിട്ട്. ചില ആൾക്കാർ ചിലരുടെ വസ്തു തട്ടിയെടുത്തു, എന്നിട്ട് അവിടെ ഒരു ചർച്ച പണിതു. കഴിഞ്ഞില്ലേ? പ്രശ്നം കഴിഞ്ഞില്ലേ? ഇപ്പം എല്ലാം കാര്യങ്ങൾ റെഡിയായല്ലോ. തട്ടിയെടുത്ത വസ്തുവിൽ ഒരു ചർച്ച അങ്ങ് വേണം. കുറച്ച് വസ്തു അവരങ്ങ് എടുത്തു, കുറച്ച് വസ്തു ചർച്ച വേണം. പ്രശ്നം കഴിഞ്ഞില്ല. ഇപ്പം ഇല്ല, ലീഗൽ ക്ലെയിം കിടക്കുക. അയ്യാ, ഐ യു ഗെറ്റിംഗ്? അയ്യാ, ഞാൻ ഒരാളെ കയ്യിൽ നിന്ന് ഒരു 10 ലക്ഷം രൂപ കടം മേടിച്ചു. 1 ലക്ഷം രൂപ ദൈവത്തിന് കൊടുത്തു, ബാക്കി ഞാൻ 9 ലക്ഷം രൂപ ഞാൻ എടുത്തു. കഴിഞ്ഞില്ലേ? പ്രശ്നം കഴിഞ്ഞില്ലേ? അല്ല, ദൈവവൈദ്യൻ്റെ ഹൃദയം എന്നും വിശുദ്ധമായിരിക്കണം, വെളിച്ചമുള്ളതായിരിക്കണം. യാതൊരു വ്യക്തികളും നിങ്ങളുടെ മീതെ ക്ലെയിം പറയാൻ കാണരുത്. നമ്മുടെ യജമാനൻ അങ്ങനെ ആയിരുന്നു. സാത്താൻ ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവൻ്റെ ഒരു ക്ലെയിമും ഒന്നും എൻ്റെ കയ്യിലില്ലെന്ന്. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഒരു റിസ്റ്റോറേഷൻ തരണേ. ഏറ്റവും പ്രാർത്ഥിക്കും, റിസ്റ്റോറേഷൻ. മക്കളെ, നിങ്ങളുടെ ലൈഫിലൊക്കെ ഉണ്ടല്ലോ, നിങ്ങളുടെ ഏജ് കിടക്കുക, ഒരിക്കലും ഒരു ഇമോഷണൽ കുരുക്കിപ്പോയി പെടരുത്. പെടരുത്. ബി ഫെയ്ത്ത്ഫുൾ, ബി ട്രാൻസ്പെറൻറ്റ്. ദൈവസന്നിധിയിൽ എത്ര നീതിയോടെ നിൽക്കാൻ പറ, അത്ര നീതിയോടെ നിൽക്കാം. ദൈവഹിതമല്ലാത്തതൊന്നും വരും. എവിടെയെങ്കിലും അറിവുകേടുകൾ സംഭവിച്ചോ, കറക്റ്റ് ഇറ്റ്. കൊടുത്തു തീർക്ക്, പറഞ്ഞു തീർക്ക്, ചെയ്തു തീർക്ക്. എവറിതിങ് ഷുഡ് ബി പ്രോപ്പർ. ദൈവസന്നിധി പ്രാർത്ഥിക്കണം. ദൈവം, ഇത് ഞാൻ ചെയ്യുന്നത് കറക്റ്റാണോ? ദൈവസന്നിധി ചോദിക്കണം. ദൈവസന്നിധിയിൽ തീരുമാനം എടുക്കണം. ദൈവമേ, എനിക്കൊരു അവസരം താ. ഐ റിസ്റ്റോർ ഇറ്റ്. നോക്കിക്കേ, നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താം കേട്ടോ. നമുക്ക് ഇന്ന് പകൽ പ്രാർത്ഥിക്കാം. റൂട്ട് മാറ്റണം. ക്ലെയിമുകൾ നമ്മുടെ ലൈഫിൽ വരല്ല. പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ഇത്രയും ഭാവം മനസ്സിലായോ? വി ഹാവ് ടു പ്രേ, ആസ്ക് ഗോഡ് ടു ഫോർഗീവ്. പക്ഷെ ഫോർഗീവ് ചെയ്യുന്നത് എപ്പോഴാണ്? യു ഹാവ് ടു ചിലത് ചെയ്യണം. നിങ്ങളെക്കാട്ടിലും ഏറ്റവും കൂടുതൽ സൂക്ഷ്മതയോടെ ജീവിക്കേണ്ടത് ഞാനാണ്. കാരണം ചർച്ചിൻ്റെ റെസ്പോൺസിബിലിറ്റി, ലൈഫ് ലൈറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി.
ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഐ ഹാവ് ടു വെരി കെയർഫുൾ. അക്കൗണ്ടബിൾ ആയിരിക്കണം. നമ്മളെ കൊണ്ട് പറ്റുമോളാം. ദൈവമേ സൂക്ഷിക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയോ? നമ്മുടെ വഴികൾ പലതും എന്ത് പറ്റും? അടഞ്ഞു. വേറെ ആർക്കുമല്ല കുഴപ്പം, നമ്മുടെ വഴികൾ അടഞ്ഞു പോകും. കർത്താവിനോട് പ്രാർത്ഥിക്കർത്താവേ എനിക്ക് റിസ്റ്റോറേഷൻ നൽകണം. റിസ്റ്റോറേഷൻ പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാം. കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ടെ.